السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل. لا إله إلا الله وحده لا شريك له ونشهد أن مولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, കാരണവന്മാർ, മുതഅല്ലിമുകൾ, മാന്യ സഹോദരന്മാരെ, പവിത്രമായ ശഅബാനിലെ നല്ല രാത്രികളിൽ അല്ലാഹു വളരെയധികം ബഹുമാനം നൽകി ആദരിച്ച മഹാന്മാരുടെ ചാരത്ത് ഒന്ന് അവരെ അനുസ്മരിച്ച് അവരുടെ ബറക്കത്ത് കാംക്ഷിച്ച് നാം ഇവിടെ എത്തിയതും ചൊല്ലിയതും പറഞ്ഞതും പറയുന്നതും ദുആഇരക്കുന്നതും ദുആഇരുന്നതും സദഖ നൽകിയതും എല്ലാം പൂർണ്ണാർത്ഥത്തിൽ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവർ കാണിച്ചു തന്ന വഴിയിൽ കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പാലിച്ച് മുന്നേറാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, സഹപാഠികൾ, സുഹൃത്തുക്കൾ, സ്നേഹികൾ എല്ലാവർക്കും അല്ലാഹു തആല വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തെയും സംരംഭങ്ങളെയും ദുറൂസിനെയും സ്നേഹിച്ച് ചെറുതും വലുതുമായ സദഖകൾ സയ്യിദന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച് അവരെ പ്രത്യേകം ഓർമ്മപ്പെടുത്തി അറിയിച്ചുകൊണ്ട് വാഗ്ദാനങ്ങൾ ചെയ്തതും നേരിട്ട് ഏൽപ്പിച്ചതും സ്വർണ്ണാഭരണം നൽകിയതുമടക്കം എല്ലാം മഹാന്മാരുടെ മഹബത്ത് ലഭിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. മുസ്ലിങ്ങളായ നാം എപ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ വഴിയിൽ ഋജുവായ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർത്തി തരണം, ഞങ്ങളെ നീ നിർത്തി തരണം, അതിലെപ്പോഴും ഉറപ്പിച്ചു നിർത്തി തരണം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ വലിയ നിഅമത്ത് നൽകിയ, അനുഗ്രഹം നൽകിയ മഹത്തുക്കളുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർത്തി തരണം. ആരുടെയെങ്കിലും വഴിയിലല്ല, അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അവർക്കുള്ള സ്വീകാര്യതയാണ്. അവരുടെ വിശ്വാസ, കർമ്മ, ആചാരങ്ങളിൽ ഇഖ്ലാസും കൃത്യതയും തീവ്രതയും സൂക്ഷ്മതയും വിനയവും ആത്മാർത്ഥതയും പൂർണ്ണാർത്ഥത്തിൽ ചാലിച്ചപ്പോൾ അല്ലാഹു നൽകിയ സ്വീകാര്യത. ആ നിഅമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉഖ്റവിയ നിഅമത്താണ്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, ഉഖ്റവിയ നിഅമത്ത് നൽകപ്പെട്ടാൽ ദുനിയാവിന്റെ നിഅമത്ത് ചെറുതാണ്, അത് കൂടെ വരും. ആവശ്യമുള്ള സമയത്തൊക്കെ ആവശ്യത്തിനനുസരിച്ച് വരും. ഏറ്റവും വലിയ അനുഗ്രഹം ഉഖ്റവിയ നിഅമത്താണ്. ആ അനുഗ്രഹം ലഭിച്ച അംബിയ, ഔലിയ, ശുഹദാ, സ്വാലിഹീങ്ങൾ അവരുടെ മാർഗത്തിൽ നിർത്തിത്തരണം, ചേർത്തിത്തരണം. അതാണ് മുസ്തഖീമായ മാർഗം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ,
രണ്ട് വിഭാഗം ആളുകളുടെ മാർഗം മുസ്തഖീമായ മാർഗം അല്ല. അവരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർക്കരുത്, എത്തിക്കരുത് എന്നും ഒരു പ്രാർത്ഥനയുണ്ട്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അല്ലാഹു തആല അവന്റെ ഗളബിന് കാരണമാക്കിയ ആളുകൾ, അല്ലാഹു ലഅനത്ത് ചെയ്ത പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും ശപിക്കപ്പെട്ട ആളുകൾ, അവരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ആക്കരുത്. വലല്ലാലീൻ, വിശ്വാസവും കർമ്മവും തെറ്റിയ ആളുകളുടെ വഴിയിലും ഞങ്ങളെ നീ ചേർക്കരുത്. ആ രണ്ട് വഴിയും ഉണ്ട് ലോകത്ത്, ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. അല്ലാഹു ഗളബ് നൽകപ്പെട്ട വിഭാഗം എന്നതുകൊണ്ട് കാര്യമായി ഉദ്ദേശിക്കുന്നത് യഹൂദികളും നസാറകളും ജൂതന്മാരും ക്രൈസ്തവരും മുശ്രിക്കുകളും അല്ലാഹുവിന്റെ ഗളബിന് അർഹരാക്കപ്പെട്ട ആളുകൾ. അവർക്ക് അല്ലാഹു തആല ഗളബ് നൽകാനുള്ള കാരണം, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ദൂരെയാക്കാനുള്ള കാരണം, അല്ലാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി തിരുത്തി തിന്മ ചെയ്യുന്ന സമൂഹത്തോടൊപ്പം സുഖിച്ച് സഹകരിച്ചവർ ജീവിച്ചു. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ അവരുടെ കാരണം അതാണ്. ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്നു മറിയം. ബനൂ ഇസ്രായീലിൽ നിന്ന് നിഷേധികളായി പോയ ആളുകൾക്ക് ശാപം നൽകപ്പെട്ടു. എന്തായിരുന്നു കാരണം? കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ. സ്വന്തം അവർ ചെയ്യുന്ന തിന്മകളിൽ നിന്ന് ഒരാളെയും അവർ വിലക്കുകയില്ല. കുടുംബങ്ങൾ, മക്കൾ, നാട്ടുകാർ, കൂട്ടുകാർ, ആരെന്ത് തിന്മ ചെയ്താലും അവർക്കൊരു പ്രശ്നമില്ല. അതിനോട് സഹകരിച്ചു കൊടുത്തു, സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അല്ലാഹുവിന്റെ ഗളബിന് അവര് പാത്രീഭൂതരായി. പിഴച്ച വിഭാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യമായും മുനാഫിഖുകളാണ്. അല്ലാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. നിഫാഖിന്റെ ചെറിയ ഒരു കണിക നമ്മുടെ വിശ്വാസ കർമ്മ രംഗങ്ങളിൽ വരാൻ പാടില്ല. അത് വിശദമായി പറയേണ്ട ഒരു ഭാഗമാണ്. രണ്ട് തരത്തിലുള്ള നിഫാഖുണ്ട് മുഅ്മിനീങ്ങളെ, രണ്ടും പേടിക്കണം. ഒന്ന് വിശ്വാസപരമായ നിഫാഖ്, അത് പിടിവിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറി ചിന്തിച്ചു വരികയല്ലാതെ വേറെ ഒരു ചികിത്സയും ഇല്ല. വിശ്വാസ രംഗത്ത് നിഫാഖ് ബാധിച്ചാൽ അവന്റെ കേന്ദ്രം ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. കപട വിശ്വാസികൾ നരകത്തിന്റെ ആഴിയിലാണ്, ഏഴാമത്തെ കുഴിയിലാണ്, ഏഴാമത്തെ തട്ടിലാണ്. അതിനു മുകളിലാണ് മുശ്രിക്കുകളും ഇബ്ലീസും അവന്റെ കൂട്ടാളികളും പലരും ഉള്ളത്. വിശ്വസിക്കാനും സ്വീകരിക്കാനും അല്ലാഹു തൗഫീഖ് നൽകിയിട്ടും അതിൽ നിന്ന് സ്വന്തത്തിലോ കുടുംബത്തിലോ എന്തെങ്കിലും കാര്യലാഭം ഉദ്ദേശിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും അഇമ്മത്തുൽ അർബഅയെയും നാളിതുവരെ മുസ്ലിംകൾ അറിയപ്പെട്ട മഹത്തുക്കളെയും നിരാകരിച്ച് അവരെ മാർഗം അവജ്ഞയോടെ തള്ളിക്കളഞ്ഞ് വിശ്വാസ രംഗത്ത് വൈകല്യം ബാധിച്ച മുനാഫിഖുകൾ അവര് നരകത്തിന്റെ ആഴിയിലാണ്. അവരെ വിശ്വാസത്തിലാണ് കുഴപ്പം. ഒരുപക്ഷേ ആ വിശ്വാസത്തിൽ കുഴപ്പമുള്ളതോടെ അവർ നിസ്കരിക്കുന്നുണ്ടാകും. മദീനയിലെ വലിയ മുനാഫിഖായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ഒന്നാമത്തെ സഫിൽ ജമാഅത്തിന് എത്തുന്ന ആളായിരുന്നു. പക്ഷേ എന്തു നേടി? അവനെ സംബന്ധിച്ചല്ലേ അല്ലാഹു ഖുർആനിൽ ആയത്തിറക്കിയത്, വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും ലഹു അദാബുൻ നദീം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയും സ്വഫ്വാൻ ഇബ്നുൽ മുഅത്തിൽ റളിയല്ലാഹു അൻഹുവിനെയും സൂചിപ്പിച്ച് ഇല്ലാത്ത ഒരു കഥയുണ്ടാക്കി, അപവാദ കഥയുണ്ടാക്കി ആ മഹത്തുക്കൾക്കെതിരെ വ്യഭിചാര ആരോപണത്തിന് നേതൃത്വം നൽകിയ മനുഷ്യൻ വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും, ഈ വ്യാജ വാർത്ത കൊണ്ടുവന്നവരിൽ നിന്ന് അതിന്റെ നെടുനായകത്വം വഹിച്ച ആള് ആരാണ്? മുഫസ്സിറുകൾ പറഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ
റസൂലാണ്. ലഹു അദാബുൻ അദീം, അവന് ഭയാനകമായ ശിക്ഷയുണ്ട്. ഇവിടെ എത്ര ശിക്ഷ കൊടുത്താലും അത് ഭയാനകമാകൂല, നരകത്തിലുള്ള ശിക്ഷയുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അയാളും നിസ്കാരത്തിന് എത്തിയിരുന്നു. ഈമാൻ ഒരു വലിയ സൂക്ഷിക്കേണ്ട വിഷയമാണ്. വിശ്വാസ രംഗത്ത് എപ്പോഴെങ്കിലും ഒരു ചെറിയ കുത്തു വീണു പോയാൽ ഒരു മിനിറ്റ് പോലും താമസിച്ച് കാത്തു നിൽക്കാതെ മരുന്ന് നേടി ചികിത്സിക്കേണ്ടതുണ്ട്. ആരിൽ നിന്നാ മരുന്ന് വാങ്ങേണ്ടത്? ആ വിശ്വാസ വൈകല്യം നീക്കാൻ യോഗ്യരായ ഉലമാ ആരാണോ, ഇൽമുള്ള ആലിമുകൾ ആരാണോ, അവരെ കണ്ട് വ്യക്തമായും ചികിത്സിച്ച് പെട്ടെന്ന് ഭേദമാക്കണം. ഒരു ദിവസം മുന്നോട്ട് പോയാൽ ആ മുറിവ് ഒന്നുകൂടി വികസിക്കും. അത് ചർമ്മരോഗങ്ങൾ പോലെയല്ല, മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ സംഭവിക്കുന്ന തളർച്ചയോ വേദനയോ പോലെയല്ല. വിശ്വാസ രംഗത്തുള്ള വൈകല്യം ഏറ്റവും വലിയ മലീമസമാണ്. അതിനേക്കാൾ മലീമസമായ വിഷം ചീറ്റുന്ന ഒന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരാനില്ല. ബാഹ്യരംഗത്ത് വലിയ സൗന്ദര്യമുണ്ട്, എന്തുണ്ട് കാര്യം? അതെല്ലാവർക്കും അല്ലാഹു നൽകിയിട്ടുണ്ട്. ജീവിക്കാൻ വലിയ സംവിധാനങ്ങളുണ്ട്, എല്ലാവർക്കും അല്ലാഹു നൽകിയിട്ടുണ്ട്. ദുനിയാവിൽ അത്യാവശ്യം പിടിപാടുണ്ട്, എല്ലാവർക്കും അല്ലാഹു നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു നൽകാത്ത ഒന്നാണ് ഈമാൻ. അതെല്ലാവർക്കും അല്ലാഹു നൽകിയിട്ടില്ല. അത് അല്ലാഹു നൽകിയത് അവൻ പൊരുത്തപ്പെട്ടവർക്കും അവൻ ഉദ്ദേശിച്ചവർക്കും മാത്രമാണ്. ലോകത്തെല്ലാവർക്കും അല്ലാഹു ഈമാൻ നൽകിയിട്ടില്ല. അല്ലാഹുവിന്റെ മശീഅത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അല്ലാഹു തന്ന ഏറ്റവും വലിയ നിഅമത്താകുന്ന ഈമാൻ, എപ്പോഴെങ്കിലും ആ ഈമാനിന് രോഗം ബാധിച്ചു എന്ന് കേട്ടു തുടങ്ങിയാൽ ഉടനെ ചികിത്സിക്കേണ്ടതുണ്ട്. കാത്തു നിൽക്കാൻ പറ്റൂല, താമസിപ്പിക്കാൻ പറ്റൂല, ഡേറ്റ് കുറച്ചുകൂടി മുന്നോട്ടോ പിന്നോട്ടോ നീക്കാൻ പറ്റൂല. ഈമാനിന്റെ ഏറ്റവും വലിയ കേട് നിഫാഖാണ്. സഹോദരങ്ങളെ, മുനാഫിഖായി മാറുക എന്നത് ഏറ്റവും വലിയൊരു ദുർരോഗ്യമാണ്, ഏറ്റവും വലിയ കേടാണ്. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, സക്കാത്തുണ്ട്, ഇതൊക്കെ മുനാഫിഖുകൾക്കും ഉണ്ട്. ഈ പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് സലൂല്, ഞാൻ പറഞ്ഞില്ലേ, അയാൾ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്. അതുപോലെ തന്നെ ബനുൽ മുസ്തലഖ് യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്. എന്തുണ്ട് കാര്യം? അവനെ സംബന്ധിച്ച് അല്ലാഹു ഇങ്ങനെ പറയാനുള്ള കാരണം വിശ്വാസ വൈകല്യമാണ്. അതുകൊണ്ട് ഖൽബിന് വിശ്വാസ വൈകല്യം സംഭവിച്ചു പോയാൽ ഏറ്റവും വലിയ മോശം അതാണ്. പിന്നെ നമ്മുടെ ശാരീരിക ഭംഗി കൊണ്ടോ, നമ്മുടെ സൗകര്യങ്ങളെ കൊണ്ടോ, സംവിധാനങ്ങളെ കൊണ്ടോ ദുനിയാവിൽ ആര് എങ്ങനെ നമ്മളെ പരിഗണിച്ചാലും അല്ലാഹു പരിഗണിക്കുകയില്ല. അല്ലാഹു പരിഗണിക്കുന്നവന്റെ ഇഷ്ടദാസന്മാർ, അവർക്ക് ഏറ്റവും വലിയ അടയാളം, ഏറ്റവും മൂർച്ചയുള്ള അടയാളം, ഏറ്റവും പരിപൂർണതയുള്ള അടയാളം ഈമാനാണ്. ആ ഈമാനിന് കേടുബാധിക്കരുത്. ഈമാനിന്റെ ഒരു കേടാണ് ഖൽബിയായ നിഫാഖ്, ഹൃദയത്തിൽ ചാലിക്കുന്ന നിഫാഖ്. അമ്പിയാക്കളെ പറ്റിയും ഔലിയാക്കളെ പറ്റിയും സംശയിക്കുന്ന ആളുകളുണ്ട്, അവര് നിഫാഖ് ബാധിച്ചവരാണ്. അമ്പിയാഇന്റെ വാക്ക് എടുത്തുദ്ധരിച്ച് വികലമായി അതിനെ ഗണ്ണിക്കുന്നവരുണ്ട്, നിഫാഖ് ബാധിച്ചവരാണ്. അല്ലാഹു സത്യസന്ധരെന്ന് പറഞ്ഞ ഖുർആനിലൂടെ പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞ സ്വഹാബത്തിന്റെ ഈമാൻ അല്ലാഹു അംഗീകരിച്ച ഈമാനാണ്. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. ഒരു സ്ഥലത്തല്ല അല്ലാഹു ഈ ആയത്ത് പറഞ്ഞത്, രണ്ട് സ്ഥലത്ത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. അവര് യഥാർത്ഥ ഈമാനുള്ളവരാണ്, കറകളഞ്ഞ വിശ്വാസത്തിന്റെ പ്രതീകങ്ങളാണ്. അവരെ ഈമാനിൽ ആർക്കും സംശയിക്കാത്ത വിധം ഏറ്റവും വലിയ ഈമാൻ കാമിലായവരാണ്. ആ സ്വഹാബത്തിന്റെ വിശ്വാസ രംഗങ്ങളിൽ സംശയം ഉന്നയിച്ചാൽ പിന്നെ അവന്റെ നിഫാഖ് എത്ര കട്ടിയുള്ള നിഫാഖാണ്. ആ സ്വഹാബത്തിനെ സംബന്ധിച്ച് തിരുത്തലുണ്ടാക്കിയിട്ട് അവരുടെ പലരുടെയും പേരിൽ ഇല്ലാത്ത വാദങ്ങൾ കെട്ടിച്ചമച്ചാൽ
ഇന്ന് ലോകത്തുള്ള വലിയ പ്രസ്ഥാനം അങ്ങനെയാണ്. ഉദാഹരണത്തിന് പറയട്ടെ, സ്വഹാബത്തിനെ അംഗീകരിക്കാതെ അവർക്കിടയിൽ വിള്ളൽ വീട്ടുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് ഷിഈയത്ത്. ഷിയാക്കൾ എന്ന് നമ്മൾ പറയുന്ന ആളുകൾ അവരെത്ര സ്ഥലങ്ങളിലുണ്ട്, പലയിടങ്ങളിലും അവർ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. കർണാടകയിലും കേരളത്തിലും പലയിടത്തും അവർ വന്ന് താമസം തുടങ്ങിയിട്ടുണ്ട്. അവരങ്ങനെ വികസിച്ചു വരും. അവരെ ഏറ്റവും വലിയ അജണ്ട എന്താണ്? സ്വഹാബിമാർക്കിടയിലുള്ള ഭിന്നിപ്പ്. ആ ഭിന്നിപ്പിന്റെ തലങ്ങൾ മുസ്ലിങ്ങളിലേക്ക് ഇട്ടുകൊടുത്ത് സ്വഹാബത്തിനെ കുറിച്ചുള്ള മതിപ്പ് നീക്കുക, സ്വഹാബത്തിനെ സംബന്ധിച്ചുള്ള ബഹുമാനം നീക്കിക്കളയുക. ആ സ്വഹാബിമാരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ അംഗീകാരം നൽകിയ വിശുദ്ധ ഖുർആനിലൂടെ പലയിടങ്ങളിലും അല്ലാഹു തആല സൂചിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം ഇടിച്ചു താഴ്ത്തുക. സിദ്ദീഖ് തങ്ങൾക്കല്ല കൂടുതൽ ബഹുമാനം അലി റളിയല്ലാഹു അൻഹുവിനാണെന്ന് പറയുക, ശേഷമുള്ളവർക്കാണെന്ന് പറയുക. ഇങ്ങനെ തുടങ്ങി സ്വഹാബത്തിന്റെ ഇടയിൽ വിള്ളൽ വീഴ്ത്തുന്ന കക്ഷികൾ അവര് ഖൽബിൽ നിഫാഖ് ബാധിച്ചവരാണ്. ഖൽബിൽ നിഫാഖ് ബാധിച്ചാൽ ഉമ്മമാരെ, നമ്മൾ ആരെ കൂടെ നടന്നിട്ടും കാര്യമില്ല, ആരുടെ കൂടെ ജീവിച്ചിട്ടും കാര്യമില്ല. ഖൽബിൽ നിഫാഖ് ബാധിച്ച രണ്ട് സഹോദരിമാരെ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. വറബല്ലാഹു മസലൽ ലില്ലദീന കഫറു ഇംറാത നൂഹിൻ വഇംറാത ലൂത്ത്. ഖൽബിൽ നിഫാഖ് ബാധിച്ച രണ്ട് പെണ്ണുങ്ങളാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയും ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയും. നബിമാരുടെ ഭാര്യമാണെന്ന കെയർ ഓഫിൽ ആഖിറത്തിൽ വല്ല സലാമത്തുണ്ടോ? ഇല്ല. ആ രണ്ട് ഭാര്യമാരും അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒന്നിനെ ആരാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും വിഗ്രഹങ്ങളെയോ മറ്റോ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തിയിട്ടുണ്ടോ? ഇല്ല. എന്താണ് അവർക്ക് സംഭവിച്ചത്? അവർക്ക് അല്ലാഹു നല്ല അടിമകളുടെ കീഴിൽ ജീവിതം നൽകിയിട്ട്, നല്ല ഈമാനോടുകൂടെ രക്ഷപ്പെടാനുള്ള മാർഗം നൽകിയിട്ട് ഫഖാനതഹുമാ, ആ രണ്ട് സ്ത്രീകളും വിശ്വാസവഞ്ചന ചെയ്തു. എന്താ വിശ്വാസവഞ്ചന? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയും ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയും വേറെ ഏതെങ്കിലും ഭർത്താക്കന്മാർ സ്വീകരിച്ചു എന്നാണോ? അങ്ങനല്ല. അതൊരിക്കലും അംബിയാഇന്റെ ഭാര്യമാരിൽ നിന്നും ഉണ്ടാകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മാ ബഗത് ഇംറാതു നബിയ്യിൻ ഖത്തു. ഒരൊറ്റ ഭാര്യയുടെയും ഒരൊറ്റ നബിയുടെയും ഭാര്യമാർ ലോകത്ത് വേശ്യാവൃത്തി നടത്തിയിട്ടില്ല. അത് അംബിയാഇന്റെ ഭാര്യമാർക്ക് അല്ലാഹു കൊടുക്കുന്ന മഹത്വമാണ്. പിന്നെ ഈ രണ്ട് ഭാര്യമാരും എന്ത് ചതിച്ചു? അവരുടെ ഭർത്താക്കന്മാരായ അല്ലാഹു നബിമാരായ അയച്ച ലൂത്ത് നബിയെ പറ്റിയും നൂഹ് നബിയെ പറ്റിയും അലൈഹിമസ്സലാം അവരെ പറ്റി വിശ്വാസ രംഗത്ത് വൈകല്യം. എന്റെ ഭർത്താവിന് അങ്ങനെ നബിയാകാനുള്ള യോഗ്യത ഉണ്ടോ? അയാൾ വെറുതെന്തോ പറയാൻ നബിയൊന്നല്ല. എന്നിട്ട് നബിയാണോ എന്നുള്ള വിഷയത്തിൽ സംശയിക്കുന്ന കക്ഷികളോട് സ്നേഹവും അനുഭാവവും പുലർത്തിയിട്ട് അവരോടൊരു സഹകരണം. ഞാനല്ലേ ചില ആളുകൾ വിദേഹത്തുകാരോട് വലിയ സഹകരണം, എന്തെങ്കിലുമൊക്കെ അവരിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചു അവരോട് സഹകരിക്കണ്ടെന്ന് പറയാൻ കാരണം എന്താ? അവര് വിശ്വാസരംഗത്ത് മാലിന്യം ബാധിച്ചവരാണ്. അത് നിങ്ങളിലേക്കും ചേർന്നു പോകാൻ പാടില്ല, നിങ്ങളിലേക്കും അത് കൂടിപ്പോകാൻ പാടില്ല. ഒരൊറ്റ വിദേഹത്തുകാരനോട് ഒരു പ്രാവശ്യം ഒന്ന് ചിരിച്ചത് കൊണ്ടാണ് 40 കൊല്ലം അബ്ദുല്ലാഹ് ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു ചോദ്യം ചെയ്തത്. ആര്? ഖബറിൽ വെച്ച് മലക്കുകൾ ചോദ്യം ചെയ്തത്. 40 കൊല്ലം നീണ്ട ഒരേ ചോദ്യം. എന്തിനാ വിദേഹത്തുകാരന്റെ മുഖത്ത് നോക്കി ചിരിച്ചത്? സുബ്ഹാനല്ലാഹ്, ഹദീസിൽ കാണാം, മൻ ലഹിക ഇലാ മുബ്തദിഇൻ നസഅല്ലാഹു മിൻ ഖൽബിഹി നൂറൽ ഈമാൻ. മൻ ലഹിക ഇലാ മുബ്തദിഇൻ, ഒരു പുത്തൻവാദിയിലേക്ക് ആരെങ്കിലും നോക്കി ഒന്ന് ചിരിച്ചാൽ നസഅല്ലാഹു മിൻ ഖൽബിഹി, അവന്റെ ഖൽബിൽ നിന്ന് അല്ലാഹു ഊരിക്കളയും നൂറൽ ഈമാൻ, ഈമാനിന്റെ പ്രഭയെ, ഈമാനിന്റെ പ്രകാശത്തെ അല്ലാഹു ഊരിയെടുക്കും. കാരണം അല്ലാഹു തആല ഇഷ്ടം വെക്കാത്തവരാണ് ബിദ്അത്തുകാർ. ആ ബിദ്അത്തുകാർക്ക് വിശ്വാസ വൈകല്യമല്ലേ, അവർക്ക് നിഫാഖല്ലേ ബാധിച്ചിരിക്കുന്നത്. അവരെ പറ്റി എന്താണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്? ഇന്നൽ മുനാഫിഖീന ഹുമുൽ ഫാസിഖൂൻ.
വിശ്വാസ രംഗത്ത് വൈകല്യം ബാധിച്ച മുനാഫിഖുകൾ അവര് ഫാസിഖുകളാണ്, ദുർമാർഗികളാണ്. അനുധാവനം ചെയ്യാൻ പറ്റൂല, സഹവസിക്കാൻ പറ്റൂല, അംഗീകരിക്കാൻ പറ്റൂല, ബഹുമാനം കൊടുക്കാൻ പറ്റൂല. സാധാരണ ഇടപാടിനൊരു പക്ഷേ വേറെ ആരെയും കിട്ടിയില്ലെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാം. അവനാണ് ആ നാട്ടിൽ കച്ചവടം ഉള്ളത്, അവന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാം, കാശ് കൊടുക്കാം. അത് നിത്യജീവിതത്തിലെ വകുപ്പിന് വേണ്ടിയാണ്. അതേ സമയത്ത് ആ കച്ചവടത്തിന് വേണ്ടി നീ പോകുമ്പോ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ബഹുമാന ചിഹ്നമായ ഇസ്ലാമിന്റെ അഭിവാദ്യം കൈമാറാൻ പറ്റൂല, മുസാഫഹത്ത് ചെയ്യാൻ പറ്റൂല, അവന് രോഗിയായാൽ പോയി കാണാൻ പറ്റൂല, അവന് മരിച്ചാലും മയ്യത്ത് നിസ്കരിക്കാൻ പറ്റൂല. വ്യക്തിപരമായ വിരോധത്തിന്റെ പേരിലല്ല അങ്ങനെ ചിന്തിക്കരുത്. ഇസ്ലാമിൽ ഒരാളോടും വ്യക്തിപരമായ വിരോധം പാടില്ല. ആശയപരമായ എതിർപ്പിന്റെ പേരിൽ അവനെ ബഹുമാനിക്കുന്നതുകൊണ്ട് നമ്മളെ കൽബ് കേടുവരും, അവനെ സ്വീകരിക്കുന്നതുകൊണ്ട് നമ്മളെ കൽബ് കേടുവരും. എന്തേ കാരണം? അവന്റെ കൽബിലുള്ള ഈമാൻ, അവന്റെ കൽബിലുള്ള ഈമാൻ കേടുബാധിച്ചിട്ടുണ്ട്. ആ കേട് നമ്മളിലേക്കും വന്നു കഴിഞ്ഞാൽ നമ്മളെ കൽബും കേടായി പോകും. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ അവസാനം സഹോദരങ്ങളെ കല്ലായി മാറിയില്ലേ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ വെള്ളത്തിൽ മുങ്ങി ചത്തുപോയില്ലേ? അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു, കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈനി ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ. നമ്മുടെ രണ്ട് സജ്ജനങ്ങളായ അടിമകൾക്ക് കീഴിൽ ജീവിക്കാനുള്ള അവസരം നൽകിയിട്ട് അല്ലാഹു ചില അവസരങ്ങൾ തരുന്നത് നമ്മൾ നന്നാകാനാണ്. ഈ സ്വാലിഹിന്റെ ഖബറെന്തിനാ അല്ലാഹു ഈ നാട്ടിൽ തന്നത്? പ്രഥമമായും ഈ നാട്ടുകാർ നന്നാകാനാണ്, ആണും പെണ്ണും നന്നാകാനാണ്. അവർക്കെന്ത് വിഷയങ്ങളുണ്ടോ അതിന് വസീലയാണ് ഈ മഹാൻ. ഓരോ നാട്ടിലും ഇവിടെ മഖ്ബറകളുണ്ട്. പല മഖ്ബറകളുടെ ഉറൂസിനും ഞാൻ വന്നിട്ടുണ്ട്. അവിടെയുള്ള മഹാന്മാരെ അല്ലാഹു നമുക്ക് തന്നത് ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമല്ല, അവരെ കൊണ്ട് ഈമാൻ സലാമത്താകാനാണ്, അവരെ കൊണ്ട് ഇഖ്ലാസ് കൂടാനാണ്, അവരെ കൊണ്ട് തവാദു കൂടാനാണ്, അവരെ കൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മത വരാനാണ്. ഏതെങ്കിലും ഒരു ഭംഗം നമ്മുടെ ഈമാനിനെ പറ്റിപ്പോയാൽ ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നന്നാക്കി തരാനാണ്. നിങ്ങൾ നോക്ക്, സ്വാലിഹീങ്ങളായ അടിമകൾക്ക് കീഴിൽ ജീവിതം കിട്ടിയിട്ട് നിഫാഖിന്റെ പരിപാടി എടുത്തിട്ട് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ എതിരാളികളായ ആളുകളെ അവര് നാട്ടിൽ ഏറ്റവും വലിയ ദൂഷ്യമായ വശങ്ങൾ കൊണ്ടുവന്നവരാണ്. മുമ്പ് ലോകത്ത് ആരും കൊണ്ടുവരാത്ത ഏറ്റവും ദുഷ്പ്രവണത. മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത കൊണ്ടുവന്ന അനാവശ്യപ്പെട്ട് അല്ലാഹു പറഞ്ഞു, മാ സബഖകും ബിഹാ, ഇതുപോലൊരു അനാവശ്യം നിങ്ങൾക്ക് മുമ്പ് ലോകത്താരും ചെയ്തിട്ടില്ല. അത്രയും വലിയ വേണ്ടാവൃത്തി അതൊന്നല്ല രണ്ടല്ല പലതും ഉണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. സഹോദരങ്ങളെ, അത്രയും വലിയ അനാവശ്യം കൊണ്ടുവന്ന കൂട്ടരോട് ഈ ഭാര്യയ്ക്ക് വലിയ പ്രണയം. ഈ ഭാര്യ മറുവാതിലൂടെ അവരെ വിളിക്കുന്നു, അവർക്ക് സഹായം കൊടുക്കുന്നു. ലൂത്ത് നബി അലൈഹിസ്സലാമിനെ പറ്റി തെറ്റിദ്ധാരണകൾ പരത്തുന്നു, ഇല്ലാത്ത കഥകൾ പറഞ്ഞു പരത്തുന്നു. ശിക്ഷ സമൂഹത്തിന് വന്നപ്പോ ചെറിയ ശിക്ഷയല്ല. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം സദൂം എന്ന് പറയുന്ന വലിയ നഗരമടക്കം 7 നഗരങ്ങൾ ഒന്നാകെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ 2 വിരൽ കൊണ്ട് ചിറക് മൊത്തം ഉണ്ടാക്കിയിട്ടില്ല, 2 വിരൽ കൊണ്ടൊന്ന് പൊക്കിയെടുത്തു. എന്നിട്ട് അതിങ്ങനെ പൊക്കി പിടിച്ചപ്പോ ആ 7 നഗരങ്ങളിലുള്ള പക്ഷികൾ കരയാൻ തുടങ്ങി.
ജന്തുക്കൾ കരയാൻ തുടങ്ങി. അവരെ കരച്ചിൽ കേട്ട് വാനലോകത്തുള്ള മലക്കുകൾ വരെ പരിഭ്രമിച്ചു പോയി. ഫജഅൽനാ ആലിയഹാ സാഫിലഹാ വഅംതർനാ അലൈഹിം ഹിജാറതൻ മിൻ സിജ്ജീലിൻ മൻളൂദ്. ആ ശബ്ദം വല്ലാത്തൊരു ശബ്ദമായിരുന്നു. ഒന്ന് പൊക്കി പിടിച്ചിട്ട് ഇങ്ങോട്ട് മറിച്ചിട്ടു. സുബ്ഹാനല്ലാഹ്, പത്തിരി മറിച്ചിടും പോലെ താഴ്ഭാഗം മേൽഭാഗത്തും മേൽഭാഗം താഴ്ഭാഗത്തേക്കുമായിട്ട് മറിച്ചിട്ടു. നാട്ടിലെ ഭൂമിയിൽ ഏറ്റവും നല്ല കൃഷിയുള്ള സ്ഥലം അതായിരുന്നു. കശ്മീരിലേക്ക് പോയി നോക്കൂ, വലിയ പഴവർഗ്ഗങ്ങളുള്ള തോട്ടങ്ങളെ കാണാം. അതിനേക്കാളും നല്ല തോട്ടങ്ങളാണ് ഈ 7 നഗരങ്ങളിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തോട്ടങ്ങൾ, നല്ല പഴവർഗ്ഗങ്ങളുള്ള തോട്ടങ്ങൾ ഭൂമിയിൽ അന്നത്തെ കാലത്ത് എവിടെയും ഇല്ല. അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് നിങ്ങൾ ആ പ്രദേശത്ത് പോയി നോക്കൂ, അവരെ നശിപ്പിച്ച സ്ഥലത്ത് അല്ലാഹു ഒരു അടയാളം തന്നിട്ടുണ്ട്. അതെന്താണ്? അൽ ബഹ്റുൽ മലീഹ്, ഉപ്പു ജലമുള്ളൊരു കടലാണ്. അവിടെ ഒരു ബോർഡ് കാണാം, വെള്ളം എടുക്കരുത്, ഉപയോഗിക്കരുത്, കുടിക്കരുത്, കുളിക്കരുത്. ആ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ വിഭാഗത്തോട് താല്പര്യമുള്ള ചില കൂട്ടർ എന്നാലും അതിൽ പോയി കുളിക്കും. അങ്ങനെ ഉണ്ടല്ലോ ലോകത്ത് എപ്പോഴും ചിലതിനോട് താല്പര്യമുള്ള ആൾക്കാർ, ആണും പെണ്ണും ചിലർ ബോർഡ് ഇരിച്ചിട്ടുണ്ട്, വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. ആ വെള്ളം ഒന്നിങ്ങനെ നോക്കി എങ്ങനെയുണ്ട് ആ വെള്ളം ഒന്ന് നോക്കാൻ വേണ്ടി വെള്ളം ഒന്ന് പരിചയപ്പെടണല്ലോ. ദുർഗന്ധം വമിക്കുന്ന വെള്ളം, ദുർഗന്ധം വമിക്കുന്ന ജലം. അതിലാണ് വിവരമില്ലാത്ത ജനങ്ങൾ അങ്ങനെ ആടിത്തിമർത്തി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരതിനു വേണ്ടി കാശും ചെലവഴിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ അവിടെ വന്നിരിക്കണം. അവിടെ ഇപ്പോഴും പോയാൽ ആ ബോർഡ് കാണാൻ കഴിയും. നല്ല ഭൂമിയെ അല്ലാഹു തആല മാറ്റിമറിച്ചിട്ട് അവിടെ പകരം അല്ലാഹു തആല കൊണ്ടുവന്നത് കുടിക്കാൻ പറ്റാത്ത, വുളൂ ചെയ്യാൻ പറ്റാത്ത, കുളിക്കാൻ പറ്റാത്ത, വാസനിക്കുന്ന വെള്ളമാണ്, ദുർഗന്ധമുള്ള ജലാശയം. ആ കൂട്ടത്തിൽ പാറക്കല്ലായി മാറിപ്പോയി ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. ചരിത്രത്തിൽ ഒരു റിപ്പോർട്ടിൽ അങ്ങനെ കാണാം. ലൂത്ത് നബി അലൈഹിസ്സലാം ഭാര്യയെ കൊണ്ട് പോകുകയായിരുന്നു. നിങ്ങൾ വരും, നമ്മൾ പോകാം, ഈ നാട്ടിൽ നിൽക്കാൻ പറ്റൂല, അള്ളാഹുവിന്റെ ഓർഡർ കൊണ്ട് പോകണം. പോകുന്ന സമയത്ത് മലക്കുകൾ പറഞ്ഞു, നിങ്ങൾ ഒരാൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്നത് അഥവാണ്. നേരെ പോകുമ്പോ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ശരിയായ റൂട്ടിലൂടെ പോകുമ്പോ പിന്നെന്തിനാ സംശയം? അങ്ങനെ ചില ആൾക്കാർക്ക് സംശയം, പിന്നെ അവർക്ക് സംശയം തീരൂല. നേരായ റൂട്ടിലൂടെ ജീവിക്കാം, പിന്നെന്തിനാ അതൊരു സംശയം? പിന്നെ കുറെ കഴിഞ്ഞപ്പോ ഇതൊന്നും ശരിയല്ല എന്നുള്ള വേറൊരു അന്വേഷണം. അവിടെ പോയി കുടുങ്ങിയിട്ട് പിന്നെ അതും ശരിയല്ല വേറെ അന്വേഷണം. അങ്ങനെ കുടുങ്ങി ലാസ്റ്റ് അഡ്രസ് ഇല്ലാതെ. അങ്ങനല്ലേ കാണാതായിപ്പോയ മൗലവിയുണ്ട് ലോകത്തിൽ, ചേകന്നൂർ മൗലവി. അയാൾ നല്ല കിതാബും ഹദീസും ആയത്തൊക്കെ തിരിയുന്ന ആളായിരുന്നു. അയാൾ ആദ്യം വിദേഹത്തുകാരിൽപ്പെട്ട ഒരു കക്ഷികളിലേക്ക് മാറി. കുറച്ചു കാലം അവരോട് നിന്നിട്ട് പറഞ്ഞു, നിങ്ങളും നരകത്തിലാണെന്നും വേറെ കക്ഷികളിലേക്ക് മാറി. കുറച്ചായിട്ട് അവരോട് നിങ്ങളും നരകത്തിലാണെന്നും പിന്നെ വേറൊരിലേക്ക് മാറി. അങ്ങനെ 3-4 മാറിയിട്ട് അവസാനം അയാൾ പറഞ്ഞു, ഇതൊന്നും ശരിയില്ല, സ്വന്തം ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാന്നല്ല. അങ്ങനെ പ്രസ്ഥാനം ഉണ്ടാക്കി ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. ഇപ്പോ എവിടെയും ആളും ഒന്നും കാണുന്നില്ല. അവിടെ പോയി എന്നറിയില്ല, സൊസൈറ്റിയോട് പോയി എന്നറിയില്ല. നിങ്ങൾ നോക്ക്, അങ്ങനെയാണ് മനുഷ്യന്റെ അവസ്ഥ. നേരായ ഒരു മാർഗത്തിൽ നിന്ന് തെറ്റി സംശയിച്ച് അങ്ങോട്ട് പോയപ്പോ പിന്നെ അവിടുന്ന് വേറൊന്നിലേക്ക്, പിന്നെ വേറൊന്നിലേക്ക്, പിന്നെ വേറൊന്നിലേക്ക്, അങ്ങനെ അങ്ങോട്ട് ലാസ്റ്റ് ഇല്ലാതായി. അതുകൊണ്ട് സംശയം വേണ്ട. സംശയത്തിന്റെ ചെറിയ കണിക വന്നാൽ താമസിക്കരുത്. ഇൽമുള്ള ആളുകളെ വിളിച്ച് സംശയം ദൂരീകരിക്കണം. പെട്ടെന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് മുമ്പ് തന്നെ സംശയരോഗമാണ് ഈ 2 ഭാര്യമാർക്കും. അല്ലാഹു കാലകാലം അവരെ നരകത്തിലല്ലേ പെടുത്തിയത്. വഖീല ദുഖുലന്നാറ മഅദ്ദാഖിലീൻ. ലൂത്ത് നബിയും 2 പെൺകുട്ടികളും മുന്നോട്ട് നടക്കുമ്പോ മലക്കുകള് ഭൂമി മറിച്ചിടുന്ന ശബ്ദം കേട്ടിട്ട് ഭാര്യ തിരിഞ്ഞു നോക്കി. ഒരു കല്ല് വന്നതാ ഭാര്യയുടെ തലയും വീഴുന്നു. നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. ഇല്ലംറാത്തക്ക, നിങ്ങളെ ഭാര്യ ഒഴികെ
ഇന്നഹു മുസീബുഹാ മാ അസാബഹും. ആ ജനങ്ങളോട് ഭാര്യക്ക് കൂടുതൽ പ്രതിബദ്ധതയുള്ളത് കൊണ്ട് അവർക്ക് സംഭവിക്കുന്നത് ഭാര്യക്കും സംഭവിക്കും. എപ്പോഴാ സംഭവിക്കുക? ഇന്ന മൗഇദഹുമുസ് സുബ്ഹു അലൈസ സുബ്ഹു ബിഖരീബ്. സുബ്ഹിയോടടുത്ത സമയത്ത്, സുബ്ഹിയാകുന്നതിന്റെ മുമ്പ് ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും രണ്ട് പെൺകുട്ടികളെയും അല്ലാഹു രക്ഷപ്പെടുത്തിയിട്ട് ആ നാടിനെ പറ്റേ തകർത്ത് കളഞ്ഞു. അവരെ കൂട്ടത്തിൽ ഒരാളെയും വിട്ടിട്ടില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയും അല്ലാഹു വിട്ടില്ല. രണ്ടുപേരും അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചത് കൊണ്ടല്ല നരകത്തിലെത്തിയത്. നിഫാഖ് അവരെ ഖൽബിൽ ബാധിച്ചു. വിശ്വാസ രംഗത്ത് വൈകല്യം ബാധിച്ചപ്പോ കാലകാലം നരകത്തിൽ കുടുങ്ങി. അതുകൊണ്ട് ഖൽബിൽ നിഫാഖ് ബാധിക്കാതെ ഈമാനെ സലാമത്താക്കണം. മറ്റൊരു നിഫാഖുണ്ട്, പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, അത് അമലിയായ നിഫാഖാണ്. അമലിയായ നിഫാഖ്, കർമ്മരംഗത്തുള്ള നിഫാഖ്. അത് നന്നായി ശ്രദ്ധിക്കണം. കർമ്മരംഗത്തുള്ള നിഫാഖ് എന്ന് പറഞ്ഞാൽ അതാണ് ഹദീസിൽ പറഞ്ഞത്. അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസ. 4 കാര്യങ്ങൾ ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഒറിജിനൽ മുനാഫിഖ്. അതേത് മുനാഫിഖ? വിശ്വാസ രംഗത്തുള്ള മുനാഫിഖല്ല, കർമ്മരംഗത്തുള്ള മുനാഫിഖാണ്. കർമ്മരംഗത്ത് നിഫാഖ് ഉണ്ടായാലും സംഗതി പ്രശ്നം തന്നെയാണ്. എവിടെയാണത് ബാധിക്കുക എന്നറിയോ? മരിക്കാൻ കിടക്കുന്ന നേരത്ത് ഈമാൻ തെറ്റിപ്പോകുന്നു. കർമ്മരംഗത്ത് നിഫാഖ് ബാധിച്ചാൽ എങ്ങനെയാണ്? അതാണ് ഇദാ ഹദ്ദസ കദബ. തൊള്ള തുറന്നാൽ പൊള്ളേ പറയുള്ളൂ. വൈദത്തു മിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കും. വൈദാ ഖാസമ ഫജറ, തെറ്റിയാൽ അനാവശ്യം പറയും. വൈദാ വഅദ അഖ്ലഫ, വാക്ക് കൊടുത്താൽ അത് ലംഘിക്കും. ഇങ്ങനെ കർമ്മരംഗത്ത് മോശമുള്ള ആളുകളില്ലേ, അതും ഒരു നിഫാഖാണ്. അതുകൊണ്ട് അന്ത്യം മോശമായി പോകും. അന്ത്യം മോശമായാലും എത്തുന്ന നരകത്തിലാണ്. രണ്ടും വരാതെ നമ്മുടെ ഖൽബിനെ സൂക്ഷിക്കുമ്പോഴാണ് ഒറിജിനൽ ഈമാനുള്ള മുഅ്മിനീങ്ങളാവുക. അല്ലാഹു യഥാർത്ഥ മുഅ്മിനീങ്ങൾ നമ്മളെ ചേർത്തി തരട്ടെ. ആ മുസ്തഖീമായ വഴിയിലേക്ക് പോകാൻ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വീകരിച്ച മാർഗങ്ങളുണ്ട്. ചുരുക്കം ചില മാർഗങ്ങൾ സൂചിപ്പിക്കട്ടെ. മുസ്തഖീം, ശരിയായ മാർഗം, ശരിയായ പാന്താവ്, അതിലായി നമ്മൾ നിലനിന്നു പോകണമെങ്കിൽ അങ്ങനെ നിലനിന്നു പോകാനാണ് അല്ലാഹു തആല നബി തങ്ങളോടും കൽപ്പിച്ചത്. ആ ഒരൊറ്റ ആയത്ത് കണ്ടിട്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടിയിലെ എണ്ണപ്പെട്ട രോമങ്ങൾക്ക് നരബാധിച്ചത്. ഫസ്തഖിം കമാ ഉമിർത. തങ്ങൾ പറഞ്ഞല്ലോ, ശയ്യബത്തിനി സൂറത്തു ഹൂദ്. ഹൂദ് സൂറത്ത് എന്നെ നരപ്പിച്ച് കളഞ്ഞു. ഒരായത്തിന്റെ അർത്ഥത്തിൽ ചിന്തിച്ച് ബേജാറായി പോയി. എന്താണ് അല്ലാഹുവിന്റെ കൽപ്പന? ഫസ്തഖിം കമാ ഉമിർത. കൽപ്പിക്കപ്പെട്ടതുപോലെ ശരിയായി നടക്കണം. ഒരിഞ്ച് മാറാൻ പറ്റൂല, തെറ്റാൻ പറ്റൂല, ഇളവ് സ്വീകരിക്കാൻ പറ്റൂല. ഫസ്തഖിം കമാ ഉമിർത. എങ്ങനെയാണോ തങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് ആ കൽപ്പിക്കപ്പെട്ടതുപോലെ നിലനിൽക്കണം. കൽപ്പിക്കപ്പെട്ടതുപോലെ ശരിയായ മാർഗത്തിലൂടെ പോകണം. മാർഗം തെറ്റിപ്പോകാൻ പാടില്ല. ആ ശരിയായ മാർഗത്തിൽ പോകാൻ ബഹുമാനപ്പെട്ട ഇമാം അൽ ഫഖീഹ് അബുൽ ലൈത്ത് സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ശരിയായ മാർഗത്തിൽ ജീവിക്കുന്നവന്റെ അടയാളങ്ങൾ 10 ഇസ്തിഖാമത്തിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പ്രാർത്ഥന ഏതാണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇസ്തിഖാമത്തിലായി നിലനിൽക്കണം. ഔലിയാക്കൾക്കുള്ള വലിയ ബഹുമാനം അതാണ്. അവരൊക്കെ ഇസ്തിഖാമത്ത് ലഭിച്ചവരാണ്. നേരെ ചൊവ്വയുള്ള മാർഗത്തിൽ വല്ലാതെ ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് നീങ്ങിയവരാണ്. സഹോദരങ്ങളെ, അതിന് നമ്മുടെ ശരീരത്തിനാണ് നമ്മൾ പണി കൊടുക്കേണ്ടത്. ഒന്നാമത്തെ അടയാളം ഹിഫ്ളുൽ ലിസാനി അനിൽ ഗീബ. ഗീബത്തിനെ തൊട്ട് നാവിനെ കാക്കലാണ്.
കഴിയണം. നമുക്ക് ഗീബത്ത് പറയുന്നതിൽ നിന്ന് നാവിനെ മോചിപ്പിക്കാൻ കഴിയണം. നാവ് അത് കൂടുതൽ പ്രൊട്ടക്ഷൻ ഉള്ള അവയവമാണ്. സ്വകാര്യ അവയവത്തിന് പോലും നാവിനെ പോലെ അള്ളാഹ് കാവൽ കൊടുത്തിട്ടില്ല. ജ്വല്ലറിയിൽ നിങ്ങൾ കണ്ടില്ലേ പൊന്ന് സൂക്ഷിക്കുന്നത്? ആദ്യം പൊന്ന് സൂക്ഷിക്കുന്നത് ഒരു നല്ല കടലാസിലാണ്, നല്ല മൃദുലതയുള്ള കടലാസിൽ. എന്നിട്ട് പിന്നെ അത് ചെറിയൊരു പെട്ടിയിലാണ്. ആ പെട്ടി പിന്നെ വലിയൊരു പെട്ടിയിലാണ്. ആ പെട്ടിക്ക് നല്ലൊരു പൂട്ടും പൂട്ടിയിട്ട് നല്ലൊരു ഷെൽഫിൽ ഭദ്രമാക്കി പിന്നെ അതും പൂട്ടുന്നു. അള്ളാഹു നാവിനെ വെച്ചത് കണ്ടോ? ആ നാവിന് 2 അടപ്പ് കൊടുത്തു. അതാണ് അണ്ണാക്ക് മേലെയും താഴെയും. ചുറ്റുഭാഗത്തും 28 കാവൽക്കാരെ കൊടുത്തു. പെട്ടെന്ന് പുറത്തിറക്കാൻ പാടില്ല. അതാണ് സഹോദരങ്ങളെ പല്ല്. പല്ലിനിപ്പുറത്ത് ഭദ്രമായൊരു പൂട്ട് കൊടുത്തു. അതാണ് 2 ചുണ്ട്. എന്തിനാണിത്? ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങാനാണ്. ഇഹ്ഫദ് ലിസാനക അയ്യുഹൽ ഇൻസാനു ലാ തൽദഗന്നക ഇന്നഹാ സുബ്ബാനു. നിന്റെ നാവിനെ നീ സൂക്ഷിച്ചോളണം. ഇന്നഹാ സുബ്ബാൻ, അത് വിഷസർപ്പമാണ്. ആവശ്യത്തിനല്ലാതെ നീ പുറത്തിടാൻ പാടില്ല. ആവശ്യത്തിനല്ലാതെ സംസാരിക്കാൻ പാടില്ല. കാക്കേണ്ട ഏറ്റവും വലിയ കാവലാണ്. ഗീബത്തിനെ തൊട്ട് നാവിനെ കാക്കാൻ കഴിയണം. ഫത്ഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഗീബത്തിനെ എണ്ണിയത് ചെറുദോഷങ്ങളുടെ ഉദാഹരണമായിട്ടാണെങ്കിലും തൊട്ടിപ്പുറത്ത് കാണാം ഗീബത്തിൽ ഗൗരവമാർന്ന ആയത്തും ഹദീസും വന്നതുകൊണ്ട് ചില പണ്ഡിതന്മാർ ഗീബത്ത് വൻദോഷമാണ്, വൻകുറ്റമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെടുത്ത് വിശദീകരിച്ച് മഹാനവറുകൾ പറഞ്ഞു, വൻകുറ്റമാകുന്ന ഗീബത്ത് ഏതാണെന്നറിയോ? അത് ആരെയും പറയുന്നതല്ല, ഇൽമുള്ള മഹാന്മാരെയും ഖുർആൻ ഹാഫിളുകളെയും ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുന്നവരെയും ഗീബത്ത് പറയുന്നത് വൻകുറ്റമാണ്. നല്ലോണം കരുതണമെന്നർത്ഥം. എന്താണ് അവരുടെ പ്രത്യേകത? എന്താ ആലിമീങ്ങളെ പറഞ്ഞാൽ കബീറത്താകാൻ? ആലിമീങ്ങൾക്ക് ഏറ്റവും വലിയ പ്രത്യേകത ഇൽമാണ്. ആ ഇൽമ അവർ സ്വീകരിക്കുന്നതോടുകൂടെ അവരെ ഖൽബിനെയും ശരീരത്തെയും സംരക്ഷിക്കാനുള്ള വലിയ കഴിവ് കിട്ടും. അപ്പൊ ഇസ്തിഖാമത്തിന്റെ മാർഗത്തിൽ നടക്കുന്ന മഹത്തുക്കൾ അവരാദ്യം ശ്രദ്ധിക്കുന്നത് ഗീബത്താണ്. ഗീബത്ത് പറയാതെ നാവിനെ സൂക്ഷിക്കാനുള്ള വലിയൊരു കഴിവ്. അഥവാ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറയുന്ന ഒരവസ്ഥ കണ്ടാൽ പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങോട്ട് സലാമത്താകും. പിന്നെ ആ മഹാന്മാർ അവിടെ കാണൂല. വിവരദോഷികളായ ആൾക്കാർ ആരെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ അള്ളാഹുവിൽ പേടിക്കുന്ന മുസ്തഖീമായ മാർഗത്തിൽ ജീവിക്കുന്ന മഹാന്മാർ എന്ത് പറയും? ഖാലു സലാമ. നമ്മൾ നിങ്ങളോട് ഒന്നിനും പറയാറില്ല, നിങ്ങൾ പറഞ്ഞതൊക്കെ നമ്മൾ സലാമത്ത് നേടാണ്. അസ്സലാമു അലൈക്കും. അവരെണീറ്റു. നമ്മൾ എന്ത് വിചാരിക്കും? നമ്മൾ പറയുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അവിടെ ഇങ്ങനെ കേട്ടിരിക്കും. റമളാൻ മാസമാകുമ്പോൾ ചില ആൾക്കാർക്ക് പറയാനുള്ള തോക്കത്തുന്ന അവരെ കഴിവുണ്ടാവില്ല, ആഫിയത്തുണ്ടാവില്ല, അത് പറ്റ ക്ഷീണിച്ചിട്ടുണ്ടോ. എന്നാലും കേട്ടുകൊടുത്ത സമയം പോകുമല്ലോ. രണ്ടു കുറ്റാണ്. കുറ്റം പറയുന്നവനും കേൾക്കുന്നവനും കുറ്റത്തിൽ തുല്യ പങ്കുകാരാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഗീബത്ത് ഒരു കടുത്ത രോഗമാണ്. ഒരുപാട് ശിക്ഷകൾ പറയപ്പെട്ട രോഗമാണ് ഗീബത്ത്. ആ ഗീബത്ത് പറയുന്നതിൽ നിന്ന് അല്ലാഹു തആല എല്ലാവരെയും വിലക്കിയിട്ടും ഗീബത്ത് പ്രത്യേകം സൂക്ഷിക്കും. അതുകൊണ്ടാണ് ശരീരത്തിൽ എല്ലാ അവയവങ്ങളും പ്രതിജ്ഞ എടുക്കുന്ന ഒരേ ഒരു അവയവം നാവാണ്. നിങ്ങൾ നോക്ക്, എല്ലാ അവയവങ്ങളും എല്ലാ ദിവസവും ഇന്നും നിങ്ങളുടെ ശരീരത്തിലെ എന്റെ ശരീരത്തിലെ അവയവങ്ങളൊക്കെ രാവിലെ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അസ്ബഹ ബിനു ആദം ഹദീസിൽ കാണാം, ഓരോ മനുഷ്യനും നേരം വെളുക്കുന്നു. വൽ ആളാഉ കുല്ലുഹാ തുകഫിറുൽ ലിസാൻ. എല്ലാ അവയവങ്ങളും നാവിനോട് ഏറ്റുപറയുന്നു, നാവിനോട് പ്രതിജ്ഞ ചെയ്യുന്നു, നാവിനോട് പറയുന്നു ഇനിസ്തഖംതി ഇസ്തഖംനാ. നാവേ നീ നേരെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളും നേരെയാണ്. നീ വളഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ വളയും. ഒരാൾ നേരെയാണോ വളഞ്ഞെന്ന് പറയാൻ 5 മിനിറ്റ് സംസാരിച്ചാൽ അപ്പൊ തിരിയാൾ നേരാണോ ചൊവ്വാണോ? നാവിനെ സൂക്ഷിക്കാൻ കഴിയൂലേ? ബാക്കി ഒന്നിനും സൂക്ഷിക്കാൻ കഴിയൂല.
അതല്ലേ കൊണ്ട് നമ്മൾ മുത്തഅല്ലിമീങ്ങളായ നമ്മളൊക്കെ പഠിക്കുന്ന കിതാബിൽ കാണാം, മുഖ്തസറിൽ കാണാം, നഫായിസിൽ കാണാം ഒരു പദ്യം. ഇതിൽ മർഉ ലം യഖ്സുൻ അലൈഹി ലിസാനഹു ഫലൈസ അലാ ശൈഇൻ സിവാഹു ബിഖസാനി. നാവിനെ സൂക്ഷിക്കാൻ ഒരു മനുഷ്യന് കഴിവില്ലെങ്കിൽ അവന് സ്വകാര്യ അവയവത്തെ സൂക്ഷിക്കാൻ കഴിയൂല, കയ്യിനെ സൂക്ഷിക്കാൻ കഴിയൂല, കണ്ണിനെ സൂക്ഷിക്കാൻ കഴിയൂല, മൂക്കിനെ സൂക്ഷിക്കാൻ കഴിയൂല, കാതിനെ സൂക്ഷിക്കാൻ കഴിയൂല, കാലിനെ സൂക്ഷിക്കാൻ കഴിയൂല, പള്ളയെ സൂക്ഷിക്കാൻ കഴിയൂല. എല്ലാ അവയവങ്ങളെയും സൂക്ഷിക്കണോ? പ്രധാനമായും സൂക്ഷിക്കേണ്ടത് നാവാണ്. നാവ് എങ്ങനെയാണോ അങ്ങനെയാണ് ഖൽബും. ഖൽബ് ശരിയാണ്, അതിന്റെ ഒരു ശരിക്കൊരു അടയാളമാണ് നാവ്. നാവ് ശരിയാണോ അയാളെ ഖൽബും ശരിയാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഖതീബ് ഓതിത്തരുന്ന ആയത്ത് കേൾക്കാറില്ലേ? ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം. വലിയൊരു തഖ്വയാണ് അവിടെ പറയുന്നത്. വഖൂലൂ ഖൗലൻ സദീദാ, എന്ത് പറയുമ്പോഴും ശരി മാത്രമേ പറയാവൂ. അനുമാനം പറയരുത്, കേട്ടത് പറയരുത്, ധരിച്ച് പറയരുത്, ഊഹിച്ച് പറയരുത്, ചിന്തിച്ച് പറയരുത്. വഖൂലൂ ഖൗലൻ സദീദാ, ശരിയായതേ പറയാവൂ. ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, അനാവശ്യം പറയരുത്, ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യം പറയരുത്, തർക്കിക്കുന്ന കാര്യം പറയരുത്, ശപിക്കപ്പെട്ട കാര്യം പറയരുത്, മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയരുത്. വഖൂലൂ ഖൗലൻ സദീദാ, ശരിയായ വർത്തമാനം പറയണം. അത് പറഞ്ഞാലോ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നാവ് ശരിയാണോ എല്ലാ അമലുകളെയും അല്ലാഹു നന്നാക്കി തരും. യഗ്ഫിർ ലക്കും ദുനൂബക്കും, എല്ലാ പാപങ്ങളെയും അല്ലാഹു പുറത്തു തരും. നാവ് ശരിയാണോ ബാക്കിയൊക്കെ റെഡിയാണ്. 5 മിനിറ്റ് ഒരാളെ കിട്ടിയാൽ മതി, എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതി, ഉടനെ മനസ്സിലാകും ആളെ വിലയും നിലയും. മഹാന്മാരൊക്കെ അങ്ങനെ ആൾക്കാരെ വിലയും പോസ്റ്റ്മോർട്ടം ചെയ്യൽ അങ്ങനെ. എന്തെങ്കിലും ഒന്ന് ഇഷ്ടമില്ലാത്തൊരു സംഗതി പറയുമ്പോൾ അയാളുടെ മനോഭാവം അങ്ങനെ നോക്കിയാൽ ആളെ പെട്ടെന്ന് തിരിച്ചറിയും. പക്ഷേ മുസ്തഖീമായ മാർഗത്തിൽ ജീവിക്കുന്ന ആളുകൾ നാവ് പുറത്തേക്കിടൂല. അവര് വല്ലാതെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നടക്കും. നമ്മളൊക്കെ ഒരു ഇമാമിന്റെ പേര് കേൾക്കാറില്ലേ? ഇബ്നു ഹജർ. എല്ലാവരും കേൾക്കുന്നില്ല. ഹജർ ഹജർ എന്നാണ് അർത്ഥം കല്ല്. അങ്ങനെ ഉണ്ടോ പേര് ഹജർ? എങ്ങനെ ഹജർ വരുന്നത്? അവിടെ നോക്കൂ, പേര് വെച്ചെടുത്ത് നോക്കൂ, കാണാം ഇബ്നു ഹജർ തങ്ങൾ, ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവരുടെ വല്ലിപ്പയിലേക്ക് ചേർത്തിട്ടാണ് ഹജർ. ഇബ്നു ഹജർ എന്ന് പറയുന്ന സ്വന്തം ബാപ്പയല്ല, വല്ലിപ്പയിലേക്ക്. വല്ലിപ്പാനെ സംബന്ധിച്ച് നാട്ടുകാരൊക്കെ വിളിച്ചൊരു പേരാണ് ഹജർ. കാരണം എന്താണെന്നറിയോ? തൊള്ളയിൽ എപ്പോഴും ഒരു കല്ല് കുടുങ്ങിയത് പോലെയാണ്. എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ പറയേണ്ടതാണെങ്കിൽ മാത്രമേ തൊള്ള തുറക്കൂ, അല്ലാത്ത ഒരു സംഗതിക്കും വാ തുറക്കൂല. അപ്പൊ നാട്ടുകാര് പറഞ്ഞൊരു പേരാണ് ഹജർ എന്നത്. തൊള്ളയിലെപ്പോഴും കല്ലാണ്, തൊള്ളയിലെപ്പോഴും കല്ലാണ്. തൊള്ളയിൽ അങ്ങനെ കല്ല് എടുത്തിട്ടൊന്നുമില്ല, പക്ഷേ നാവിനെ ബ്ലോക്ക് ചെയ്തതാണ്, നാവിനെ തടഞ്ഞു നിർത്തിയതാണ്. അത് നല്ലൊരു ലക്ഷണമാണ്. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ ഹിക്മത്തുള്ള വർത്തമാനങ്ങൾ എഴുതാൻ വേണ്ടി മഹാനവറുകൾ റോട്ടിലൂടെ പോയാൽ ഇരുഭാഗത്തും പേന കൊണ്ട് പേപ്പർ കൊണ്ട് ആളുകൾ നിൽക്കും. രണ്ട് ഭാഗത്ത് റോഡിന്റെ 2 സൈഡിലുണ്ടാകും മുതഅല്ലിമീങ്ങളും പൊതുജനങ്ങളും സാധാരണക്കാരൊക്കെ പേനയും പേപ്പറും പിടിച്ചു നിൽക്കും. എന്താ കാരണം? ആവശ്യത്തിന് മാത്രമേ തൊള്ള തുറക്കൂ. ആവശ്യത്തിന് മാത്രം വാ തുറക്കുന്നവൻ യുലഖീനുൽ ഹിക്മ, അവൻ യഥാർത്ഥ വിവരം പറഞ്ഞു തരും.
അവൻ പറയുന്നതിലൊക്കെ നല്ല കോളുണ്ടാകും, പഠിക്കാണ്ടാകും, എന്തെങ്കിലുമൊക്കെ ഹൈറുണ്ടാകും കൽബിന്. അല്ലാത്തവനൊരു വായാടിയായിരിക്കും, അതെന്തും പറയും, എപ്പോഴും പറയും. ചില ആൾക്കാർക്ക് അങ്ങനല്ലേ, കുറെ പറയുന്ന ആളെ കിട്ടിയാലേ ദീർഘദൂര യാത്ര സഹിയാകും. കാരണം ആളങ്ങനെ പറയുമ്പോ നേരം പോക്കിന് അറിയില്ലല്ലോ എവിടെ എത്തിയുള്ളത്. അങ്ങനെ പറയുന്നത് ആൾ ഉറങ്ങുമ്പോഴും പറയുന്നുണ്ടാവും, ഉണർന്നാലും പറയുന്നത് ഉറങ്ങുമ്പോഴും പറയുന്നു. അങ്ങനെ ആകാൻ പാടില്ല. കണ്ടില്ലേ നിങ്ങൾ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ അവരെ വാക്കുകളൊക്കെ എഴുതി വെച്ച് എത്ര ഗ്രന്ഥങ്ങളിലായി എഴുതി വെച്ചത്. ആ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ ഒരു സാധാരണ അടിമയായിരുന്നു, ഒരു തൊഴിലാളിയായിരുന്നു, ആട്ടിടയനായിരുന്നു. മഹാനവറുകൾക്ക് അല്ലാഹു വലിയ വിലായത്തിന്റെ പദവി നൽകി. നബിയാണോ എന്നതിൽ പക്ഷാന്തരമുണ്ട്, പക്ഷേ വലിയാണെന്നതിൽ തർക്കമില്ല. വദുൽ ഖർനൈനി ലം യുറഫ് നബിയാ കദാ ലുഖ്മാനു ഫഹദർ അൻ ഹിദാരി. ദുൽഖർനൈൻ ചക്രവർത്തിയെ കുറിച്ചും അങ്ങനെ രണ്ട് അഭിപ്രായമുണ്ട്. നബിയാണോ എന്നതിൽ, വലിയാണ് എന്നതിൽ തർക്കമില്ല. ലുഖ്മാൻ തങ്ങളെ പറ്റിയും നബിയാണെന്ന് പറയപ്പെട്ടിട്ടില്ല, വലിയാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ആ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ വലിയ ഒരു പ്രമാണിമാരുടെ കുടുംബത്തിലെ ആടിനെ മേച്ച് ജീവിക്കുന്ന ആട്ടിടയനായിരുന്നു. ഈ ഉന്നത നിലവാരത്തിലേക്ക് എത്താനുള്ള കാരണങ്ങൾ ചോദിച്ചപ്പോ മഹാനവറുകൾ വിശദീകരിച്ചത് കാണാം ഹദീസുകളിൽ. അതിൽ പ്രധാനമായും ഒരു കാരണം എന്താണെന്നറിയോ? അസ്വംതു, മൗനം പാലിച്ചതാ. മൗനം പാലിച്ചത് കൊണ്ട് അല്ലാഹു വലിയ നിലവാരം നൽകി. പിന്നെ ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ വാക്കുകൾ എഴുതി വെക്കാൻ മുതല്ലിമീങ്ങളും അല്ലാത്തവരും തിക്കും തിരക്കുമായി. നിങ്ങൾ കണ്ടില്ലേ, എവിടെയെങ്കിലും നേതാവ് ഇറങ്ങുമ്പോ ഓട്ടോഗ്രാഫ് എഴുതാൻ വേണ്ടിയിട്ട് പലരും ഇങ്ങനെ പേജും പേപ്പറേറ്റ് പോകുന്നത്. ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ വരുമ്പോ എന്തെങ്കിലും ഒരു ഉപദേശം ചോദിക്കുന്നു. ആർക്ക് കൊടുക്കുന്ന ഉപദേശവും സ്വീകരിച്ചാൽ ഓരോരുത്തരുടെയും ജീവിതം നന്നായി കിട്ടും. ഒരാളോട് പറഞ്ഞ ഉപദേശം കൊണ്ട് അയാൾ നടന്നാൽ ജീവിതാവസാനം വരെ അത് മതി. വേറൊരാളോട് പറഞ്ഞുകൊണ്ട് നടന്നാൽ ജീവിതാവസാനം വരെ അത് മതി. 100 പേരോട് 100 പറഞ്ഞതെങ്കിൽ 100 മതി ജീവിക്കാൻ. അത്രയും വലിയ തത്വോപദേശം പഠിപ്പിച്ച മഹാനായിരുന്നു. വലഖദ് ആതീനാ ലുഖ്മാനൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ്. ഹിക്മത്ത് നമ്മൾ നൽകി ലുഖ്മാനുൽ ഹക്കീം തങ്ങൾക്ക്. യഥാർത്ഥ വിവരം നൽകി പറയുന്നതൊക്കെ ശരി. അതാ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ശരി, എന്ത് പറഞ്ഞാലും ശരി, എന്ത് ചിന്തിച്ചാലും ശരി, എന്ത് പ്രവർത്തിച്ചാലും ശരി. അത് ചെറിയൊരു ഭാഗ്യ. അതാണ് ഹിക്മത്ത്. ആ ഹിക്മത്ത് ആർക്കെങ്കിലും നൽകപ്പെട്ടാൽ അവന് ഒരുപാട് ഖൈർ നൽകപ്പെട്ടു. ദുനിയാവിൽ മാത്രമല്ല, ആഖിറത്തിൽ മാത്രമല്ല, ഖബറിൽ മാത്രമല്ല, എല്ലാ ലോകത്തും ധാരാളം ഖൈർ നൽകപ്പെട്ടു. അല്ലാഹു നമ്മെ അത്തരത്തിൽ ഹിക്മത്ത് നൽകപ്പെട്ടവരിൽ ചേർത്ത് ചെരുമാറാകട്ടെ. നിങ്ങൾ നോക്കൂ, ഒന്നാമത്തെ അടയാളം മുസ്തഖീമിലായി നടക്കുന്നവർ. ഒന്നാമത്തെ അടയാളം അതന്നെ പരത്തി പറയണം, ദിവസങ്ങളോളം പറയണം. നാവിനെ സൂക്ഷിക്കലാണ്. നമ്മുടെ നാവിനെ തെറ്റുകളിൽ നിന്ന് സൂക്ഷിക്കാൻ വലിയ കഴിവ് നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പറയേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ഗീബത്ത് എന്ന ലക്ഷ്യം വെക്കാതെ തന്നെ സദുദ്ദേശം വെച്ച് പറയണം. ഉദാഹരണമായിട്ട് മദ്രസയിൽ പറഞ്ഞേക്കുന്ന കുട്ടിയെ പറ്റി ആ കുട്ടി തീരെ പഠിക്കുന്നില്ല. അപ്പൊ ബാപ്പ ഉസ്താദിനോട് കംപ്ലൈന്റ് പറയാം. നേർക്ക് നേരെ ചേർത്ത് നോക്കിയാൽ ഗീബത്താണ്. പക്ഷെ ഉദ്ദേശം നന്നാക്കിയാൽ അത് ഗീബത്താകൂല. അതുപോലെ അനുജൻ നന്നാകാൻ വേണ്ടി വല്ലിപ്പയോടോ അല്ലെങ്കിൽ നാട്ടിലുള്ള മുതിർന്ന സ്വാലിഹായ മനുഷ്യനോട് ഒരാളൊന്ന് പറയാൻ അനുജനൊന്ന് ഉപദേശിക്കണം. നിങ്ങളോട് വലിയ ബഹുമാനാണ് അനുജന്, ഇങ്ങനെ 1-2 സ്വഭാവങ്ങളുണ്ട്. സഹോദരിമാരുടെ ഭാഗത്ത് ബക്കറ്റ് വരുന്നുണ്ട്. എല്ലാവരും നല്ല സ്വതക്ക കൊടുത്തു വിടണം. ബക്കറ്റിൽ എല്ലാവരും നല്ല സ്വതക്ക കൊടുക്കും. ലാസ്റ്റ് ഇൻഷാ അല്ലാഹ് നമുക്ക് അപ്പോ അനുജനെ പറ്റി പറയാണ്. അനുജന് 1-2 കുഴപ്പങ്ങളുണ്ട്, നിങ്ങളൊന്ന് ഉപദേശിച്ചു കൊടുക്കണം. അവിടെയും പറയുന്ന ആൾ ലക്ഷ്യം നന്നാക്കണം. അനുജന് വഷളാകട്ടെ, കുറച്ച് മാനക്കേടിലാകട്ടെ എന്നാണ് ഉദ്ദേശമെങ്കിൽ അതും ഗീബത്താണ്. സ്വന്തം ഭാര്യനെ പറ്റി നമ്മൾ പറയുന്നു. ആരോട്? ഭാര്യ പിതാവിനോട് കുറ്റം കുറവും പറഞ്ഞു കൊടുക്കല്ല. ഭാര്യ പിതാവൊന്ന് ഉപദേശിച്ചാൽ ആ സ്വഭാവം മാറിക്കിട്ടും. ഭാര്യ കുടുങ്ങട്ടെ എന്നും മോശമാകട്ടെ എന്നും വിചാരിച്ചിട്ടാണെങ്കിൽ അത് ഗീബത്താണ്. നന്നാകാൻ
കരുതിയിട്ടാണെങ്കിലോ നല്ലതാണ്. ലക്ഷ്യം നന്നാക്കണം. അവിടെയൊക്കെ നാട്ടിൽ അത്തരത്തിൽ അനുവദിക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അവിടെയും ഇമാം നാവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നേർക്ക് നേരെ നോക്കുമ്പോ ഗീബത്താകുമെങ്കിലും ലക്ഷ്യം നന്നാക്കിയാൽ അവിടെ തകരാറുമില്ല, ഒരു കുഴപ്പവുമില്ല, അത് അനുവദനീയമാണ്. രണ്ടാമത്തെ അടയാളം എന്താണെന്നറിയോ? അൽ-ഇജ്തിനാബു അൻ സൂഇൽ ളന്നി, തെറ്റിദ്ധാരണ ഒഴിവാക്കല. മഹാന്മാരെ കൽബങ്ങനെയാണ്, ആരെക്കുറിച്ചും തെറ്റിദ്ധാരണയില്ല. എന്തൊരു തെളിഞ്ഞ കൽബാണ്. തെറ്റ് ചെയ്യുന്നവനെ കണ്ടാൽ പോലും ഒരു തെറ്റിദ്ധരിക്കൂല. നമുക്കങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളെ കണ്ടാൽ പോലും അവൻ ചെയ്യുന്ന തെറ്റാതിരിക്കൂല, അവൻ കുടുങ്ങിയിട്ടെന്തോ ചെയ്യാതെ പറഞ്ഞു. അതുകൊണ്ടാണ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്ന് ശൈശാംസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തി നോക്കുമ്പോ വീട്ടിലെ ഒരു മുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നു. മഹാനവറുകൾ പതുക്കെ നോക്കുമ്പോ ചാക്കും കൊണ്ട് ഒരാൾ ഗോതമ്പ് അങ്ങനെ വാരുന്നുണ്ട്. ഗോതമ്പ് വാരിയെടുക്കുന്നു ചാക്കും പിടിച്ചിട്ട്. അഹ്മദുൽ കബീർ ദിഫായി തങ്ങളെ കണ്ടപാടെ ആൾ പേടിച്ചുപോയി. ദിഫായി ശൈഖ് തങ്ങൾ പറഞ്ഞു, മോനെ വാ, ആ ഗോതമ്പ് കൊണ്ടുപോയാൽ അത് പൊടിയാക്കാൻ ഒരുപാട് അധ്വാനിക്കണം. കാരണം അത് തൊലിഗോതമ്പാണ്. നല്ല ഗോതമ്പ് ഉള്ളിലുണ്ട്. നീ ഭക്ഷണത്തിന് വേണ്ടി വന്നാളല്ലേ, ഗതിയില്ലാതെ വന്നാളല്ലേ, നിനക്ക് നല്ല ഗോതമ്പ് തരാ. കണ്ടപ്പോൾ പോലും അവരെ ഖൽബിൽ തെറ്റിദ്ധാരണയില്ല. നിങ്ങൾ നോക്കത് ചെറിയ ഇസ്തിഖാമത്തല്ല. നമ്മൾ എന്തെങ്കിലും ഇലലങ്ങിയാൽ മതി, അപ്പൊ തെറ്റിദ്ധരിക്കും. എന്തെങ്കിലും ചെറിയൊരു വിരലാട്ടം കിട്ടിയാൽ മതി, അയാൾ അങ്ങനെയാണ്, ഇയാൾ എങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. തെറ്റിദ്ധാരണയിൽ നിന്ന് ഖൽബിനെ മോചിപ്പിക്കണം. തെറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ആളെ കണ്ടപ്പോ ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അകത്തേക്ക് വിളിക്കുന്നു, വാ, നല്ല ഗോതമ്പ് തരാ. ആ ചെറുപ്പക്കാരന് പേടിച്ചു പോയി. കാരണം ഇതെന്ത് സ്വഭാവ, ഇത്രയും ദിവസം കക്കാൻ നടന്നിട്ട് ഒരിക്കലും കിട്ടാത്തൊരു പ്രതികരണമാണിത്. ഇത്രയും ദിവസം എവിടെ ഞാൻ കക്കാൻ നടന്നിട്ടുണ്ടോ, ഒന്നെങ്കിൽ അടി കേൾക്കും, അല്ലെങ്കിൽ ചീത്ത കേൾക്കും, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടും, പിന്നാലെ കൂടിയ പിന്നെയും ഓടും. ഇതതിൽ നിന്നൊക്കെ മാറ്റാണല്ലോ. ഇനി അടിക്കാൻ വേണ്ടിയാണോ അങ്ങനെ നല്ല വാക്കും പറഞ്ഞു വിളിക്കുന്നത്? പിന്നെയും ഒന്ന് അവിടെ നിന്നു. ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, മോനെ, ഈ സഞ്ചി കൊണ്ടുവന്ന ചാക്ക് നിന്റെ അല്ലേ? അതെ, എന്നാ വാ. പിടിച്ചുകൊണ്ടുപോയി ഉള്ളിലേക്ക് കൊണ്ടുപോയി ആ ചാക്ക് നിറയെ ഗോതമ്പ് നിറച്ച് കെട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, എവിടെ വീട് പറഞ്ഞു. ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു സ്ഥലം മനസ്സിലായി. രാത്രിയല്ലേ, ഒറ്റക്ക് പോകണ്ട, കാരണം ഇത് വീട്ടിലെത്തിക്കണ്ടേ. ഇത് വേറെ ആരെങ്കിലും കട്ടുകൊണ്ടുപോയാലോ, ഞാനും കൂടെ വരാം. സുബ്ഹാനല്ലാഹ്. കൂടെ പോകുന്നു. ഇടവഴിയിലൂടെ കുറെ ദൂരം നടക്കുന്നു. ആർക്ക് വേണ്ടിയാ മുഅ്മിനീങ്ങളെ നടക്കുന്നത്? അല്ലാഹുവിന് വേണ്ടിയാണ്. ആ ചെറുപ്പക്കാരനെ കുറിച്ചൊരു തെറ്റിദ്ധാരണ പോലും ദിഫായി ശൈഖ് തങ്ങളെ ഖൽബിലില്ല. ഗതിയില്ലാത്തത് കൊണ്ട് ഭക്ഷണത്തിന് വേണ്ടി പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. കൊടുക്കണ്ടേ ഭക്ഷണം എന്ന് കരുതിയിട്ട് വീട്ടിന്റെ അകത്ത് സൂക്ഷിച്ചു വെച്ച ഏറ്റവും നല്ല ഗോതമ്പെടുത്ത് ചാക്ക് നിറയെ കെട്ടി അത് ഏറ്റിക്കൊടുത്ത ശേഷം മഹാനവറുകളും കൂടെ നടന്നിട്ട് വീടിനോട് അടുത്ത സ്ഥലത്തെത്തിയപ്പോ ഇനി നേരെ പോയാൽ വീട്ടിലെത്തുമല്ലോ. അവസാനം ഒരു കാര്യം പറയട്ടെ, ഞാൻ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വന്ന് കയറിയപ്പോ വാതിൽ തുറന്നെടുക്കുന്നത് കണ്ടിട്ട് ഞാനൊന്ന് നോക്കിപ്പോയപ്പോ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് പേടി തോന്നിയതെങ്കിൽ മാപ്പ് ചെയ്യണേ. ആരാണ് റൂമിലെന്നറിയാൻ വേണ്ടി നോക്കിയതാണ്, നിങ്ങളെ പേടിപ്പിക്കാൻ നോക്കിയതല്ല. ആ ചെറുപ്പക്കാരൻ ഈ ഗോതമ്പ് ചാക്ക് കൊണ്ടുപോയി വെച്ച് ചിന്തിക്കുകയാണ്, റബ്ബേ ഇതെന്തൊരു മഹാനാണ്, എനിക്ക് ഗോതമ്പ് തന്ന് സഹായിച്ചു എന്ന് മാത്രമല്ല കള്ളരായി വീട്ടിലെത്തിയ എന്നെ ഒരു നോട്ടം നോക്കിയപ്പോ എനിക്കത് പേടിയായി തോന്നിയോ എന്ന് കരുതിയിട്ട് ആ ഒരു ധാരണ പോലും ഖൽബിൽ നിന്ന് മാറ്റിയ മഹാൻ സുബ്ഹി വരെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. രാവിലെ നേരം വെളുക്കുമ്പോ ആ മഹാന്റെ ഹദ്റത്തിൽ ഒന്നെത്തണം. അവിടുത്തെ സവിധത്തിൽ പോയിരുന്ന് ഇൽമൊന്ന് നന്നായി കേൾക്കണം. അവിടുത്തെ ശിഷ്യനായി മാറണം. പലതരം ചിന്ത വരികയാണ്. നേരം വെളുത്ത് ഇറങ്ങി പുറപ്പെട്ടു
ഉമ്മഅബീദ ഗ്രാമത്തിൽ വന്നു. ജനങ്ങളോട് ചോദിച്ചു, ഈ രൂപഭാവമുള്ളൊരു മഹാൻ എവിടെയാണ്? ആളുകൾ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ പറ്റിയല്ലേ? അവിടെയുണ്ട് ഒരു ചെറിയ മദ്രസ, അവിടെ ശിഷ്യന്മാർക്ക് ദർസ് നടത്തുന്നുണ്ട്, നിങ്ങൾ അവിടെ പോയിക്കോളൂ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ പേടി, ഞാൻ പോയാൽ ഇന്നലെ രാത്രി എന്നെ പിടികൂടിയത് കള്ളനായിട്ടല്ലേ, ഇനി അവിടെ ചെല്ലുമ്പോ അങ്ങനെ വല്ല ഭാവമാറ്റം ഉണ്ടാകുമോ എന്നൊരു പേടി. പിന്നെയും മനസ്സുറപ്പിച്ച് അങ്ങോട്ട് പോയി. ആ ചെറുപ്പക്കാരൻ പറയാണ്, ഞാൻ അവിടെ എത്തിയപ്പോ ഒരു പുതിയ ശിഷ്യൻ വന്നാൽ ഉസ്താദ് എത്ര സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വീകരിക്കുമോ അതുപോലെ എന്നെ സ്നേഹ ബഹുമാനത്തോടെ സ്വീകരിച്ച് അവിടുത്തെ പർണശാലയിലിരുത്തി. മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോ ഒരു ചേഞ്ചും ഇല്ല, ഇന്നലെ കണ്ട രീതിയിൽ ഒരു പരിചയവും പുറത്തില്ല. പുതിയതായി കിട്ടുന്നൊരു ഗസ്റ്റിനെ സ്വീകരിക്കും പോലെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നു. തെറ്റിദ്ധാരണ വരാൻ പാടില്ല. തെറ്റിദ്ധാരണ പേരിൽ കൊലപാതകങ്ങൾ നടക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ, ഈ അടുത്ത് ഞാൻ ജോലി ചെയ്യുന്നതിന്റെ ഒരു 5-8 കിലോമീറ്റർ അപ്പുറത്ത് 6 മാസമായി കല്യാണം കഴിഞ്ഞ ഒരു സഹോദരിയെ ജോലി കഴിഞ്ഞ് നട്ടപ്പാതിരാക്ക് വന്ന ചെറുപ്പക്കാരൻ കൂട്ടാൻ മുറിക്കുന്ന കത്തി കൊണ്ട് കഴുത്തറത്തു കൊണ്ടുപോയി. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. എന്താണ് രോഗമെന്നറിയുമോ? തെറ്റിദ്ധാരണ എന്ന രോഗമാണ്. തെറ്റിദ്ധാരണ പിടികൂടിയാൽ ഖൽബ് നന്നാക്കണം. ഒന്നുകിൽ ചോദിച്ചറിഞ്ഞ് നന്നാക്കണം, അല്ലെങ്കിൽ ഇല്ല എന്ന വിചാരത്തോടെ ആ മേറ്ററങ്ങ് ഖൽബിൽ നിന്ന് മാറ്റണം. അത് സ്വന്തം ഭാര്യയെ പറ്റിയാണെങ്കിലും, ഭർത്താവിനെ പറ്റിയാണെങ്കിലും, ശിഷ്യനെ പറ്റിയാണെങ്കിലും, ഉസ്താദിനെ പറ്റിയാണെങ്കിലും, അയൽവാസിയെ പറ്റിയാണെങ്കിലും, ബാപ്പയെ പറ്റിയാണെങ്കിലും, ഉമ്മയെ പറ്റിയാണെങ്കിലും, ജീവിതത്തിന്റെ നാനാതുറകളിൽ ബന്ധപ്പെട്ട് കഴിയുന്ന ആരെ പറ്റിയാണെങ്കിലും തെറ്റിദ്ധാരണ വരാതെ ജീവിക്കണം. എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ നമ്മൾ തെറ്റായി വ്യാഖ്യാനിക്കണ്ട. അതിന്റെ അപ്പുറത്ത് നമ്മൾ അറിയാത്ത എന്തെങ്കിലും ഒരു നന്മയുണ്ടാകും. നമുക്ക് പെട്ടെന്ന് തെറ്റല്ലേ ഖൽബിലേക്ക് വരൂ. അത് നമ്മുടെ ഖൽബിന്റെ കുറവ് കൊണ്ടാണ്. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഒരാണും പെണ്ണും നിന്ന് സംസാരിക്കുന്നത് കാണുമ്പോ പെട്ടെന്ന് ഖൽബിലേക്ക് ഓടി വരും, അവര് വേറെന്തോ ഒരു പ്ലാൻ ചെയ്യുകയാണെന്ന്. വേണ്ടേ വേണ്ട, അവരെന്തോ ആവശ്യം പറയുകയാണെന്ന് ഖൽബിലങ്ങ് ചിന്തിച്ചുകൂടെ? യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ. അല്ലാഹു പറയുന്ന എത്ര സൂക്ഷ്മമായ മാർഗമാണ്. വിശ്വാസികളെ, തെറ്റിദ്ധാരണയുടെ മുഴുവൻ വഴികളും നിങ്ങൾ വർജിക്കണം. കാരണം ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ, ചില ധാരണകൾ പിശകാണ്, ചിലത് നല്ലതുണ്ട്. പക്ഷേ പിശകുള്ള ചിലത് കൊണ്ട് ബഹുഭൂരിഭാഗവും ഒഴിവാക്കണം. അതാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്, അതാണ് സൂക്ഷ്മത എന്ന് പറയുന്നത്. ചില ഭാഗങ്ങൾ പിശകുള്ളത് കൊണ്ട് കസീറൻ മിനൽ-ളന്നി, ബഹുഭൂരിഭാഗം ധാരണകളെയും വർജിക്കണം. അപ്പോഴാണ് മുസ്ലിമിന്റെ ഖൽബ് നന്നാകുക. തെറ്റിദ്ധാരണ വരുന്നു ഓരോരുത്തരെ കുറിച്ചും. അയാളെങ്ങനെ, ഇയാളെങ്ങനെ, മറ്റാളെങ്ങനെ, ഓരോരുത്തരെ കുറിച്ചും പ്ലസ് പോയിന്റ് ഖൽബിലേക്ക് വരും. തെറ്റിദ്ധാരണ വരണ്ട, മൈനസ് പോയിന്റ് വരണ്ട. അങ്ങനെ പലരും മുമ്പൊരാൾ ചോദിച്ചു, ഉസ്താദേ, ഒരാൾ മൂത്രപ്പുരയിൽ വീണിട്ടാണ് മരിച്ചുപോയത്, നല്ല മരണാണോ? അപ്പൊ ഞാൻ പറഞ്ഞു, റൂഹ് പിടിച്ചേ ഞാനല്ല, എനിക്കറിയില്ല. എന്ത് പറയാനാണ്? അയാൾക്ക് വേദന വന്നപ്പോൾ വീണിട്ടുണ്ടാകും. ആ വീണത് കൊണ്ട് അയാൾ മുഴുവനായിട്ടല്ല മരിച്ചു തീർത്താൻ പറ്റുമോ? ആളുകൾക്ക് ഇങ്ങനെ പിന്നെ അതങ്ങ് പരത്തിയാൽ മതിയല്ലോ. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും മൊബൈലിലൂടെ ഒക്കെ ഷെയർ ചെയ്ത് വിട്ടാൽ മതി. ഒരിക്കലും തെറ്റിദ്ധാരണ വരരുത്. വലിയൊരു രോഗമാണ് തെറ്റിദ്ധാരണ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ സൂറത്തുൻ നൂറിൽ അല്ലാഹു ഇറക്കിയ ആയത്ത് 18 എണ്ണമാണ്. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും
بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم. അവിടെ അല്ലാഹു ചോദിക്കുന്ന ഒരുപാട് ചോദ്യമുണ്ട്. ലൗലാ ഇദ് സമീഅ്തുമൂഹു വന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറാ വഖാലൂ ഹാദാ ഇഫ്കും മുബീൻ. ഇത്തരത്തിലൊരു വാർത്ത കേൾക്കുമ്പോ വിശ്വാസിനികൾക്ക് നല്ലത് വിചാരിച്ചുകൂടെ, എന്നിട്ട് പറഞ്ഞുകൂടെ ഹാദാ ഇഫ്കും മുബീൻ, ഇതൊരു വ്യാജ വാർത്തയാണ്, നമ്മൾ അംഗീകരിക്കണ്ട. ഏതെങ്കിലും ഒരു വാട്സാപ്പിൽ ഒരു വരി വരുമ്പോഴേക്ക് അതിന്റെ പിന്നാലെ തെറ്റിദ്ധരിച്ചു പോകുന്ന സാധുക്കളാകരുത് നമ്മൾ. രണ്ട് മാർഗമാണ് അതിനുള്ളത്. വാട്സപ്പ് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, എന്നാ കൽബ് നന്നാകും. 3-4 മണിക്കൂർ ഉപയോഗിക്കുമ്പോ ആരെങ്കിലും എഴുതി വിടുന്ന ഒരു വരിയോ അരവരിയോ എന്തെങ്കിലും ഫോട്ടോമോ മറ്റോ കണ്ടിട്ട് ഒരുപക്ഷെ നല്ല ആളുകളെ നമ്മുടെ കൽബിൽ ചീത്തയായ ധാരണ വന്നാൽ നമ്മുടെ കൽബ് ചീത്തയാകാൻ അത് മതിയായ ഒരു കാരണമാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപാടുകളിലേക്ക് പോകാതിരിക്കുക, എന്നാലും വലിയ സലാമത്തുണ്ടാകും. അതുകൊണ്ട് തെറ്റിദ്ധാരണയുടെ മാർഗങ്ങൾ ഒഴിവാക്കണം. അതുകൊണ്ടല്ലേ ചെറിയൊരു ഹദീസ്, ഇസ്ലാമിൽ ആ ഹദീസിന് വലിയ സ്ഥാനമാണ്. ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ ആ ഹദീസ് എണ്ണിയിട്ടുണ്ട്. ദഅബാ യരീബുക ഇലാ മാ ലാ യരീബുക. സംശയമുള്ളത് നീ വിട്ടേക്കണം, സംശയമില്ലാത്ത മാർഗങ്ങളിലേക്ക് നീങ്ങണം. നീ കണ്ടു രണ്ടാളുകളെ, ആ രണ്ടാളുകളെ നീ കണ്ടവർ സംസാരിക്കുകയാണ്, നേരം ഒരുപാട് വൈകിയിട്ടുണ്ട്, നിന്റെ കൽബിൽ ഒരു തെറ്റിദ്ധാരണ അവർ ഈ രാത്രി സമയത്ത് എന്തെങ്കിലും മയക്കുമരുന്ന് കൈമാറാണോ? വേണ്ട, ധാരണ നീ അങ്ങ് മാറ്റിയേക്ക്. അവരെന്തെങ്കിലും കാര്യപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാണെന്ന് തീരുമാനിച്ചേക്ക്. ഇനി സംഗതി വശാൽ അവരങ്ങനെയാണെങ്കിലും നിന്റെ കൽബ് അവരെ പറ്റിയില്ലാത്ത ചിന്തിച്ച് കേടാകൂലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ ഭാര്യമാരുടെ കൂടെ നടന്നു പോകുമ്പോ 2 സ്വഹാബിമാർ ഒരു ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അവരെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പിന്നാലെ നടന്നിട്ട് തങ്ങൾ പറഞ്ഞു, വിഷമൊന്നും കരുതണ്ട, ഇതെന്റെ ഭാര്യയാണ് കൂടെ. ഭാര്യയുടെ പേരും പറഞ്ഞു കൊടുത്തപ്പോ ആ സ്വഹാബിമാർ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ അങ്ങയെ കുറിച്ച് വല്ലതും തെറ്റിദ്ധരിക്കുമോ? ഇല്ല ഇല്ല, നിങ്ങൾ ധരിക്കൂല. പക്ഷേ നിങ്ങളെ കൽബിനെ പറ്റി എനിക്ക് പേടി വന്നു. നിങ്ങൾ എന്നെയും എന്റെ ഭാര്യയും കണ്ടങ്ങ് മുന്നോട്ട് നീങ്ങിയിട്ട് കുറച്ചങ്ങോട്ട് പോകുമ്പോഴേക്ക് ശൈത്താന് വന്ന് നിങ്ങളെ കൽബിൽ ദുർബോധനം ഉണ്ടാക്കിയാൽ, എന്നെ കുറിച്ചും എന്റെ ഭാര്യയെ കുറിച്ചും ഒരു തെറ്റിദ്ധാരണ വന്നാൽ അതെന്നേക്കും നിങ്ങളെ ഈമാന് തകരാൻ കാരണമാകുമല്ലോ. അത് പേടിച്ചിട്ടാണ് ഞാൻ വേഗം വന്ന് കാര്യം പറഞ്ഞത്. അതുകൊണ്ട് തെറ്റിദ്ധാരണ കഴിവിന്റെ പരമാവധി ഒഴിവാക്കണം. തെറ്റിദ്ധാരണ പേരിൽ നടന്ന കൊലപാതകങ്ങൾ ഞാൻ എന്നാണെങ്കിൽ ഇന്നത്തെ സമയം അതിന് മതിയാകൂല, അത്രയും അധികമുണ്ട്. നമ്മുടെ കേരളത്തിലും കർണാടകത്തിലും ഇന്ത്യയിലും സംശയത്തിന്റെ പേരിൽ നടന്ന കൊലപാതകങ്ങൾ എത്രയുണ്ട്. കള്ളനാന്ന് കരുതിയിട്ട് സാധുവിനെ കൊന്നു, പിന്നെ നോക്കുമ്പോഴാണ് മനസ്സിലായത് കള്ളനല്ല, അയാൾ മുസാഫിറാണ്, അയാൾ മയ്യത്തായി പോയി. അയാൾ മുസാഫിറാണ്, മഖ്ബറൊക്കെ സിയാറത്ത് ചെയ്ത് നടക്കുന്ന കുടുംബങ്ങളൊന്നും ഇല്ലാത്തൊരു പാവപ്പെട്ട മനുഷ്യൻ. അയാൾ അവിടെ ചെരു കിട്ടിയപ്പോ അവിടെ കിടന്നു. രാത്രി ആരോന്ന് കണ്ടപ്പോ കള്ളനാണെന്ന് വിളിച്ച് നാട്ടുകാരൊക്കെ വിളിച്ചോണ്ടി എല്ലാരും അയാളെ കൊണ്ട് നല്ല അടി പഠിച്ചു. അങ്ങനെയല്ല, കുറെ ആൾക്കാർ അടി പഠിക്കൽ കളറ് കിട്ടിയാൽ അത് പറ്റൂല. ഒരു കളറ് കിട്ടിയതുകൊണ്ട് എല്ലാവരും അടി പഠിക്കുക, ഇടിയും അത് പറ്റൂല. ആ കള്ളനെ മാന്യമായിട്ടേ ശിക്ഷിക്കാവൂ. കണ്ട മാത്രം ദേഷ്യം കൊണ്ടൊരു പക്ഷേ പിടിച്ചവനൊന്ന് അടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അടിക്കാൻ പറ്റില്ല. എല്ലാ ചെറുപ്പക്കാരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പഞ്ചറായി പോകുവാകെ, അത് പറ്റൂല. അള്ളാഹുവിന്റെ ഉത്തരം പറയേണ്ടി വരും. അങ്ങനെ ശിക്ഷിക്കാൻ ആർക്കും പെർമിറ്റ് തന്നിട്ടില്ല. അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഇപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെയാ. ഇസ്ലാമിന്റെ കോർട്ടിലും അല്ലാത്തടത്തൊക്കെ വിധി നമുക്ക് ബാധകമാണ്. ഈ സാധുവായ മനുഷ്യൻ എല്ലാവരും അടിച്ചു. ഒരാളെ അടി മർമ്മത്തിൽ കൊണ്ടുപോയി. അയാൾ തളർന്നവർ കടന്നപ്പോ അവർ വിചാരിച്ചു ഇനി ഇയാൾക്ക് പോകാനൊന്നും കഴിയില്ല, ആൾ അവിടെ ഉറങ്ങിക്കോട്ടെ എഴുതിപ്പോയി. രാവിലെ നോക്കുമ്പോൾ ആള് മയ്യത്തായിട്ട്. നമ്മളൊന്നാലോചിക്കാം, ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ മനുഷ്യന്റെ ജീവിതം പോയി.
പിന്നെ അവർ അന്വേഷിച്ച് ഫോട്ടോ കൊടുത്തു നോക്കുമ്പോ പരിചയക്കാരായ കുറെ ആൾക്കാർ വന്നു. അയാളൊന്നും നടക്കും കക്കൂല. അതൊക്കെ വിശ്വാസമുള്ള കുറെ ആൾക്കാർ ഒന്നാ കൂട്ടത്തിൽ ആലിമീങ്ങളുണ്ട്, മൗലവിമാരുണ്ട്, പലരും ഉണ്ട്, നാടൻ സാധാരണക്കാരുണ്ട്, ഹാജിമാരുണ്ട്. അവരൊക്കെ പറഞ്ഞു ഞങ്ങളൊക്കെ ബന്ധമുള്ള ആളാണ്. അയാളിങ്ങനെ സിയാറത്തായിട്ട് പോകുന്നതാണ്. എവിടെ സ്ഥലം കിട്ടാന്നപ്പോ അവിടെ കിടന്നുറങ്ങിയതാണ്. ആ മനുഷ്യനെ തെറ്റിദ്ധരിച്ച് എല്ലാവരും അടിച്ചു കൊണ്ടുപോയി. ആ ചെയ്തവർക്കൊക്കെ അല്ലാഹു മാപ്പ് കൊടുക്കട്ടെ. അല്ല നമ്മളെന്ത് പറയാൻ. അതുകൊണ്ട് തെറ്റിദ്ധാരണ ഒഴിവാക്കുക. തെറ്റിദ്ധാരണ വന്നാൽ അങ്ങനെ ചില ആൾക്കാർ കാണാം ഉസ്താദുമാരിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇങ്ങനെ ചൂരും പടുത്തു എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണല്ലോ. എന്തെങ്കിലും ഇല്ലാതിരിക്കോ? മാസൂമിങ്ങളായ അമ്പിയാക്കളും മഹ്ഫൂദിങ്ങളായ ഔലിയാക്കളും അല്ലല്ലോ. തെറ്റുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ തെറ്റുകൾ ഇങ്ങനെ നോക്കി എന്തെങ്കിലുമൊക്കെ ധരിച്ച് ഇങ്ങനെ ഒരു പുക കാണുമ്പോഴേക്ക് പിന്നാലെ മണത്തു വരും പോലെ അങ്ങനെയാൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് വലിയ ആലിമായ ഇമാം നബവി റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ദർസിലേക്ക് വരുമ്പോ എപ്പോഴും അല്ലാഹുവിനോട് ദ്വാരക്കുന്നൊരു ദുആ കാണാം. അല്ലാഹുമ്മ അസ്തുർ അന്നീ ഐബ മുഅല്ലിമീ. അല്ലാഹുവേ, എനിക്ക് ഇൽമു പഠിപ്പിക്കുന്ന ഗുരുനാഥന്റെ ഒരു കുറവും എന്റെ കണ്ണിൽ കാണിക്കല്ലേ അല്ലാഹ്. എനിക്ക് ഇൽമു പഠിപ്പിക്കുന്ന ഉസ്താദ് വലിയ ഇൽമുള്ള ആലിമാണ്. ഇൽമിൽ യാതൊരു അബദ്ധവുമില്ല, ഒരു സംശയവുമില്ല. ആ ആലിമിൽ ഒരു കുറവും എന്റെ കണ്ണിൽ കാണിക്കല്ലേ അല്ലാഹ്. എന്നും വീട്ടിൽ നിന്ന് ദർസിലേക്ക് വരുമ്പോ ഇമാം നബവി തങ്ങൾ ദുആ ചെയ്യുന്നു. നമ്മൾ ശരിക്കും ചിന്തിക്കണം, നമ്മൾ ശരിക്കും ആലോചിക്കണം. ഇസ്തിഖാമത്തിന്റെ മാർഗമാണ്. ഞാൻ നീട്ടിപ്പരത്തി പറഞ്ഞാൽ അതിന് വിശാലമായി പറയേണ്ടതാണ്. ഇപ്പൊ സമയമുണ്ടാകുമ്പോ ഇൻഷാ അല്ലാഹ് നന്നായി പറയാം. മൂന്നാമത്തെ അടയാളം എന്താണെന്നറിയോ? ഒന്ന് മറക്കരുത്, ഒന്നാണ് പ്രധാനം. ഹിഫ്ളുൽ ലിസാനി അനിൽ ഗീബ. ഗീബത്തിൽ നിന്ന് നാവിനെ സൂക്ഷിക്കുക. ഗീബത്ത് എന്ന് പ്രധാനം പറഞ്ഞു എന്നേ ഉള്ളൂ. ഗീബത്ത് പറയാതിരുന്നാൽ ബാക്കിയൊന്നും പറയൂല. രണ്ടാമതായി തെറ്റിദ്ധാരണ വർജിക്കുക. മൂന്നാമതായി അൽ ഇജ്തിനാബു അനിസ് സുഖ്രിയ, പരിഹാസം ഒഴിവാക്കുക. ഇന്ന് എല്ലാ ലെവലും അല്ലേ? ഇപ്പൊ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതോടുകൂടി തുടങ്ങിയില്ലേ പരിഹസിക്കാൻ? എത്രയാണ് മനുഷ്യന്മാർ പരിഹസിക്കുന്നത്? ഇന്ന് രാവിലെ എന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ, ഒരാള് വേറൊരാളെ കളിയാക്കി പ്രസംഗിക്കുന്നത് കേൾക്കണോ? അവർ കേൾക്കണ്ടെന്നോ? നിങ്ങളും കേൾക്കണ്ടെന്നോ? ഈ മൊബൈൽ കൊണ്ട് കിട്ടുന്ന ഒരു ഗുലുമാലാണ്. എത്ര കളിയാക്കി പ്രസംഗങ്ങൾ, അത് കേൾക്കാൻ പോകാൻ പറ്റോ? ഇല്ല. വിട്ടു നിൽക്കണം. കോമഡികളില്ലേ കാണാൻ പറ്റൂല, പരിഹാസങ്ങളില്ലേ, കളവ് പറയുന്നതില്ലേ, ഇല്ലാത്ത നുണ പറഞ്ഞിട്ട് ജനങ്ങളെ കൈയടിപ്പിച്ച് ചിരിപ്പിക്കുന്നവരില്ലേ, ഹാസ്യ കഥകൾ അവതരിപ്പിക്കുന്നവരില്ലേ, കഥാപ്രസംഗങ്ങൾ നടത്തുന്നവരില്ലേ. മുസ്ലിമായ മനുഷ്യന് മുസ്തഖീമായ വഴിയിലാണ്. അവരത് പറ്റൂല. ഒരു ചെറിയ വിഷയത്തിന്റെ പേരിലും ഒരു പരിഹാസത്തിന്റെ വാക്ക് വരുന്നത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ തിരുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് സംഭവം പറയട്ടെ. വലിയ മഹാനാണ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ഗിഫാർ ഗോത്രത്തിലെ സമുന്നതനായ നേതാവാണ്. ആ അബൂദറുൽ ഗിഫാരി തങ്ങളും ബിലാൽ ഇബ്നു റബാഹ് തങ്ങളും ചെറിയൊരു തർക്കമുണ്ടായി. ആ തർക്കത്തിലെ അവസാനം അബൂദറുൽ ഗിഫാരി തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹു ചെറിയൊരു പരിഹാസത്തിന്റെ വാക്ക്. എന്താണ് വാക്ക്? യബ്ന സൗദാ, കറുത്ത ഉമ്മാക്ക് ജനിച്ച മോനെ. നിറം പറഞ്ഞിട്ടൊരു പരിഹാസം രേഖപ്പെടുത്തിയപ്പോ ബിലാൽ തങ്ങൾ തിരിച്ചൊന്നും പറഞ്ഞില്ല. വേദന കൊണ്ട് വേഗം പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതിപ്പെട്ടു. എന്റെ ഉമ്മാക്ക് വിളിച്ചു, നബിയെ, അബൂദർ ഗിഫാരി തങ്ങൾ എന്റെ ഉമ്മാനെ പറഞ്ഞെന്നെ കളിയാക്കി. അബൂദർ ഗിഫാരി തങ്ങളെ അടുത്ത് വിളിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് രോഗം മാറ്റി കൊടുക്കുന്നു. ഓ അബൂദർ തങ്ങളെ, ഇന്നക മ്രുഉൻ ഫീക ജാഹിലിയ്യ,
നിങ്ങളിൽ ജാഹിലിയ്യായ സ്വഭാവം ഇപ്പോഴും ബാക്കിയുണ്ടോ? മാ അലിംതു അന്നഹു ബഖിയ ഫീ ഖൽബിക മിൻ കിബറിൽ ജാഹിലിയ്യത്തി ശൈഉൻ. ജാഹിലിയ്യ കാലത്തെ അഹങ്കാരങ്ങളിൽ നിന്ന് എന്തോ ഒന്ന് നിങ്ങളുടെ ഖൽബിൽ ബാക്കിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അബൂദർ ഗിഫാരി തങ്ങൾ നേരെ പോയി ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാല് പിടിച്ചിട്ട് പറയുന്നു, ബിലാൽ തങ്ങളെ, നിങ്ങളെ സുന്ദരമായ കാലൊന്ന് ഉയർത്തിത്തരൂ, എന്റെ കവിളിൽ വെക്കാനാ. നിങ്ങളുടെ ഈ നിറം പറഞ്ഞ് ഞാൻ നിങ്ങളെ പരിഹസിച്ചെങ്കിൽ എനിക്കതിന് പരിഹാരം വേണം. ബിലാൽ തങ്ങൾ പറഞ്ഞു, വേണ്ട, ഞാൻ പൊരുത്തപ്പെട്ടു തന്നു. പറ്റൂല, നിങ്ങളെ കാലൊന്ന് ഉയർത്തി തരണം, ഞാൻ എന്റെ കവിളിലൊന്ന് വെക്കട്ടെ. കാല് പിടിച്ചു വെച്ചു, ഒരു നിലക്കും വിടുന്നില്ല എന്ന് കണ്ടപ്പോ ബിലാൽ തങ്ങൾ പതുക്കെ ഉയർത്തിയപ്പോ അബൂദർ ഗിഫാരി തങ്ങൾ ആ കാലെടുത്ത് കവിളിൽ വെച്ചു. ഒരു ചെറിയ പരിഹാസത്തിന്റെ സ്വരമുണ്ടായപ്പോ അവരെ കൽബിൽ നിന്നത് നീക്കിയിട്ട് ആ കൽബിൽ തസ്കിയത്ത് നൽകി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞ റമദാനിൽ ഞാനും നിങ്ങളും കണ്ടില്ലേ, നിറത്തിന്റെ വിവേചനത്തിന്റെ പരിഹാസത്തിന്റെ പേരിൽ അമേരിക്കൻ എന്ന് പറയുന്ന വലിയൊരു രാഷ്ട്രത്തിൽ ഒരു പാവപ്പെട്ട മനുഷ്യനെ പോലീസുകാരൻ പൂട്ടിട്ട് ഞെരിച്ച് കൊല്ലുന്ന കാഴ്ച കണ്ടില്ലയോ? മനുഷ്യത്വം മരവിക്കാത്ത സർവ മനസ്സുകളും അത് കണ്ട് കരഞ്ഞുപോയി. മനുഷ്യന് എല്ലാ മനുഷ്യന്മാർക്കും മാന്യതയുണ്ട്, ബഹുമാനമുണ്ട്. അവിടെ നിറത്തിന് സ്ഥാനമില്ല. ബിലാൽ തങ്ങളെ നിറത്തിന്റെ പേരിൽ പഴയ കാലത്ത് പരിഹസിച്ചിരുന്നല്ലോ, പീഡിപ്പിച്ചിരുന്നല്ലോ. ആ ബിലാൽ തങ്ങളെയാണ് മക്ക വിജയത്തിന്റെ അന്ന് കഅബത്തുൽ മുശറഫയുടെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വാങ്ങി വിളിക്കാൻ നബി തങ്ങൾ ഏൽപ്പിച്ചത്. ളുഹർ നിസ്കാരത്തിന് കഅബയുടെ പുറത്ത് കയറിയിട്ട് ബിലാൽ തങ്ങൾ വാങ്ങി വിളിക്കുമ്പോ കുറച്ച് ഖുറൈശി നേതാക്കൾ, പ്രമുഖന്മാര്, പ്രമാണിമാര് അപ്പുറത്ത് മാറി നിന്നിട്ട് കാതോരെന്തോ ഒരു സ്വകാര്യം പറയുന്നുണ്ട്. അവരെ സ്വകാര്യം അവർ വന്ന് പറയാതെ തന്നെ തിരിച്ചറിയുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ മനസ്സ് പ്ലാൻ ചെയ്തതും കാതോരം നിങ്ങൾ മന്ത്രിച്ചതും എനിക്കറിയാം. ഞാൻ ഈ സാധുവായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കഅബന്റെ പുറത്ത് കയറ്റിയത് നിങ്ങൾക്ക് ഇഷ്ടമായില്ല അല്ലേ? എന്നാ തീർത്ത് ഞാൻ അങ്ങ് പറഞ്ഞേക്കാം, ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലി അജമിയ്യിൻ അലാ അറബിയ്യിൻ വലാ ലി അബിയള അലാ സുവദ വലാ ലി അസ്വദ അലാ അബിയള ഇല്ലാ ബിതഖ്വല്ലാഹ്. അറബിക്ക് അനറബിയേക്കാളോ, അറബിക്ക് അറബിയേക്കാളോ, അവർണ്ണന് സവർണ്ണനേക്കാളോ ഒരു മഹത്വവും ഇസ്ലാമിലില്ല. ഇല്ലാ ബിതഖ്വല്ലാഹ്. അല്ലാഹുവിലുള്ള ഈമാനും ആത്മശുദ്ധിയും കൊണ്ടല്ലാതെ അറബി എന്ന ലെവലിൽ ഒരു പരിഗണനയില്ല. അങ്ങനെയാണെങ്കിൽ ജൂതന്മാരിലും അറബികളുണ്ട്, മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്ന ഇസ്രായേലിലും അറബികളുണ്ട്. അറബി എന്ന കെയറോഫിൽ മാത്രം ഒരു പവിത്രതയില്ല, അനറബി എന്ന ലെവലിൽ മാത്രം ഒരു പരിഗണനയില്ല. വെളുത്തവൻ കറുത്തവൻ എന്ന നിലയിൽ ഒരു വ്യത്യാസവും ഇസ്ലാമിലില്ല. ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാരി തങ്ങൾ, ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും നല്ല വെളുത്ത ശരീരമുള്ള ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയും രണ്ടുപേരെയും ഒരുമിച്ച് അടുപ്പിച്ച് നിർത്തിയിട്ട് സ്നേഹം പകർന്ന നേതാവാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിറത്തിന്റെ പേരിൽ ഒരു പരിഹാസ ചിന്ത പാടില്ല, കുടുംബത്തിന്റെ പേരിൽ കലഹം പാടില്ല. കുടുംബത്തിന്റെ പേരിൽ നൂറ്റാണ്ടുകളോളം നിലനിന്നിരുന്ന കലഹം ചുരുങ്ങിയ വർഷക്കാലം കൊണ്ട് മദീനയിലെത്തിയിട്ട് ആ കേടുപാടുകളൊക്കെ നീക്കിയിട്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള തമ്മിലടിയും കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹവും രഹസ്യപ്പിണക്കവുമെല്ലാം മാറ്റി ഒഴിവാക്കിയിട്ട് മേലാൽ പരിഹസിക്കാത്ത രൂപത്തിൽ ഒരേ മനസ്സിന്റെ ഉടമകളാക്കി അവരെ വാർത്തെടുത്തു. സ്വഹാബിമാരെ പരിഹസിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട്. അല്ലാഹു അവരെ മഹത്വം കൊടുത്തിട്ടുണ്ട്.
ഖുറൈശി നേതാക്കൾ അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ വന്നപ്പോ ആ സദസ്സിലുള്ളവര് അരമുണ്ടെടുത്തിരിക്കുന്ന സ്വഹാബിമാരാണ്. ചിലരൊക്കെ മുട്ടിന്റെ ഭാഗത്തുള്ള മുണ്ട് ഒന്ന് പൊങ്ങിയാൽ വെളിവാകുമോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ കൂട്ടി പിടിക്കുന്നുണ്ട്. പലർക്കും തട്ടമില്ല, ബനിയനില്ല, കുപ്പായമില്ല. ഈ പാവപ്പെട്ട മുഹാജിറുകളെ പരിഹസിച്ച്, ഓ മുഹമ്മദ് നബിയേ, ഇവരെ കൂടെ ഇരുന്ന് വർത്തമാനം പറയാൻ ഞങ്ങളില്ല, ഇവരെ വാസനിക്കുന്നു, മണക്കുന്നു, ഇവരെ ഒന്ന് മാറ്റി നിർത്തണമെന്ന് പരിഹാസത്തോടെ പറഞ്ഞപ്പോ അല്ലാഹു അതിന് മറുപടി കൊടുത്തത് എങ്ങനെയാണെന്നറിയോ? വസ്ബിരി നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വല്ലശീ യുരീദൂന വജ്ഹഹു. ഓ നബിയേ, അവർ പ്രമാണിമാരാണ്, നല്ല വസ്ത്രമുള്ളവരാണ്, നല്ല വാഹനമുള്ളവരാണ്, നല്ല അത്തർ പൂശിയവരാണ്, നല്ല മുഖശൈപ്പുള്ളവരാണ് എന്ന് കരുതിയിട്ട് 24 മണിക്കൂറും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ കഴിയുന്ന ഈ പാവങ്ങളെ വിട്ടിട്ട് അവരെ സ്വീകരിച്ചുകൂടാ. ഇവരുടെ കൂടെ ഇരുന്നിട്ട് ശരീരത്തെ തടഞ്ഞു വെക്കൂ നബിയേ. വസ്ബിർ നഫ്സക്, തങ്ങളുടെ ശരീരത്തെ ബന്ധവസ്ഥാക്കൂ. അവരിവരെ കൂടെ ഇരുന്ന് ഇസ്ലാം പഠിക്കണമെങ്കിൽ പഠിക്കട്ടെ, അല്ലെങ്കിൽ അവരവരെ പാട്ടിന് പോകട്ടെ. ആ ഒരു പരിഹാസത്തിന് അല്ലാഹു കൊടുത്ത മറുപടിയാണ്. പരിഹസിക്കാൻ പാടില്ല. പരിഹസിക്കുന്നവർക്ക് ശിക്ഷ നൽകുന്ന വിധം ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. പരിഹാസത്തിന്റെ കടുപ്പമാണ് അത് അറിയിക്കുന്നത്. സൂറത്തുൽ ഹുമസ. ഞാനത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നരകത്തിന്റെ ചിത്രം മറ്റൊരു സൂറത്തിലും പറയാത്ത വിധമാണ് സൂറത്തുൽ ഹുമസയിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്. ഒരൊറ്റ വിഷയത്തിനാണ് ആ ശിക്ഷ മുഴുവനും പറഞ്ഞത്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ചെറിയ രൂപത്തിൽ പരിഹസിക്കുന്നവരുണ്ട്, വലിയ രൂപത്തിൽ പരിഹസിക്കുന്നവരുണ്ട്. അതാണ് രണ്ടൈറ്റം ഹുമസ ലുമസ. ചിലര് നാവ് കൊണ്ട് പറയാതെ എഴുത്തിലൂടെ പരിഹസിക്കും, ആംഗ്യത്തിലൂടെ പരിഹസിക്കും, കണ്ണുകൊണ്ട് ചെറുതാക്കി പരിഹസിക്കും, തല കൊണ്ട് ചെറുതാക്കി പരിഹസിക്കും, ആംഗ്യം കാണിച്ച് ഇങ്ങനെ പരിഹസിക്കും, പലതും പല രൂപത്തിലും പരിഹസിക്കും. അങ്ങനെ പരിഹസിക്കുന്നവരുണ്ട്, വലിയ രൂപത്തിൽ പരിഹസിക്കുന്നവരുണ്ട്, ആരും അറിയാതെ സ്വകാര്യമായി പരിഹാസത്തിന് തോതുകൂട്ടുന്നവരുണ്ട്, പരസ്യമായി പരിഹസിക്കുന്നവരുണ്ട്. ഈ രണ്ട് വിഭാഗത്തെയും ഉൾപ്പെടുത്തിയിട്ടാണ് രണ്ടു കൂട്ടർക്കും കടുത്ത ശിക്ഷയാണ്. നരകത്തിന്റെ ശിക്ഷയാ അല്ലാഹു കൊടുക്കുന്നത്. അവർ കാലകാലം നരകത്തിൽ കഴിയേണ്ടി വരും. അവരെ സംബന്ധിച്ച് ചോദിച്ച സമയത്തും പരിഹാസത്തിന്റെ വിശദീകരണങ്ങളാണ് നബിതങ്ങൾ കൊടുത്തത്. അതുകൊണ്ട് ആരെയും പരിഹസിക്കാൻ പോകണ്ട. സ്വന്തം ബാപ്പയെ ചെറിയ രൂപത്തിലൊന്ന് പരിഹസിച്ചപ്പോ ഒരു സമൂഹത്തെ മൊത്തവും അല്ലാഹു കളറ് മാറ്റിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ 3 മക്കളുണ്ടായിരുന്നു. ഹാം, സാം, യാഫിസ്. ഇതിൽപ്പെട്ട യാഫിസ് എന്ന് പറയുന്ന മകൻ നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ ഉറങ്ങുമ്പോ തുണിയൊന്ന് അല്പം നീങ്ങിയിട്ട് ഔറത്തിന്റെ ചെറിയ ഭാഗം വെളിവായപ്പോ ബാപ്പാന്റെ ശരീരത്തിൽ നിന്ന് ഔറത്ത് കാണുന്ന ഭാഗം വെളിവായിട്ട് നോക്കിക്കണ്ട് ചിരിച്ചപ്പോ മറ്റേ മക്കളൊക്കെ വന്നിട്ട് തുണി ഇങ്ങനെ മറിച്ചിട്ട് പറഞ്ഞു, എന്താ നീ കാണിക്കുന്ന പണി? ബാപ്പയുടെ ശരീരത്തിൽ നിന്ന് കാറ്റിൽ നിന്ന് തട്ടിയിട്ട് തുണി മാറിയിട്ട് നീ അത് കണ്ട് ചിരിക്കണം. ഇവരുടെ സംസാരം കേട്ട് നൂഹ് നബി അലൈഹിസ്സലാം ഉണർന്നു. എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇവന് നിങ്ങളെ മോനെ, ഞങ്ങളെ സഹോദരനെ ഇത് കണ്ട് ചിരിക്കാം. നൂഹ് നബി അലൈഹിസ്സലാം പരമ്പരകളിൽ മുഴുവനും വെളുത്ത നിറവും ഭംഗിയുള്ള നിറവും ഒക്കെ മാറ്റിക്കൊടുക്കട്ടെ എന്ന് ദ്വാരുന്നപ്പോ അതിലെ പിന്നെയാണ് കറുത്ത വർഗ്ഗക്കാർ മൊത്തം ജനിക്കുന്നത്. ആ മകന്റെ സന്താന പരമ്പരയിലൂടെ അതൊരു ചെറിയ പരിഹാസം കൊണ്ട് കിട്ടിയതാണ്. പരിഹസിക്കാൻ പാടില്ല. സാധുക്കളെ പരിഹസിക്കരുത്, മുതല്ലിമീങ്ങളെ പരിഹസിക്കരുത്, ആലിമീങ്ങളെ പരിഹസിക്കരുത്. പാവപ്പെട്ട മനുഷ്യന്മാരുണ്ട്, കഴിവ് കുറഞ്ഞവർ, അംഗവൈകല്യമുള്ളവർ, അന്ധന്മാർ, അവരാരെയും പരിഹസിക്കരുത്. ചിലരെ കാണാൻ വലിയ രൂപം കോലൊന്നും ഉണ്ടാകൂല, പക്ഷെ പരിഹസിക്കാൻ പാടില്ല. അവരെ ഈമാന്റെ ലെവല് നമുക്കറിയില്ല. അവർ അള്ളാഹുവിനോട് എത്ര അടുത്തവരാന്നറിയില്ല. സ്വന്തം മക്കളിൽ കഴിവ് കുറഞ്ഞ മക്കളെ പരിഹസിക്കരുത്. സ്വന്തം മക്കളിൽ കഴിവ്
പറഞ്ഞു മക്കളെ പരിഹസിക്കരുത്. പരിഹാസം എന്ന് പറയുന്നത് തന്നെ രിദ്ദത്തിലേക്ക് അടുപ്പിക്കുന്ന സ്വഭാവമാണ്. ഞാനത് പരത്തി പറഞ്ഞാൽ ഒരുപാട് പറയാറുണ്ട്. ഫത്ഹുൽ മുഈനിൽ കാണാം മുർത്തദ്ദാകുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞപ്പോ ബിസ്തിഹ്സാഇൻ പരിഹാസം കൊണ്ട് അല്ലാഹുവിനെ കളിയാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കുക, അല്ലാഹുവിന്റെ തീരുമാനങ്ങളെ ചെറുതാക്കി കാണുക, അതിനെ തിരുത്തുക, അതിനെ ചോദ്യം ചെയ്യുക തുടങ്ങി ധാരാളം കാര്യങ്ങളെ പരിഹസിക്കുന്നത് കൊണ്ട് അതാ ചില ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മുർത്തദ്ദായി പോകുന്നു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ പരിഹസിക്കാൻ പാടില്ല. ഒരു നാട്ടുകാര് മറ്റൊരു നാട്ടുകാരെ പരിഹസിക്കാൻ പാടില്ല. ഇവിടെ വന്ന് നോക്കുമ്പോ ഈ നാട്ടിൽ ചില ആദത്തുകൾ ഉണ്ടാകും, പതിവുണ്ടാകും. വേറെ നാട്ടിൽ പോയി നോക്കുമ്പോ വേറെ പതിവുണ്ടാകും. ഒരാളെയും പരിഹസിക്കാൻ പറ്റൂല. ഓരോന്നിനും ഓരോ തത്വങ്ങളുണ്ടാകും, ഓരോ വിധമുണ്ടാകും. 4 മദ്ഹബ് കണ്ടില്ലേ നിങ്ങൾ? നമുക്കതിന് ഉദാഹരണമാണ്. 4 മദ്ഹബും ഹഖാണ്. ഒരു മദ്ഹബും മറ്റൊരു മദ്ഹബിനെ പരിഹസിക്കാൻ പാടില്ല, ചെറുതാക്കാൻ പാടില്ല. ഇരിക്കട്ടെ സഹോദരങ്ങളെ, 4ാമത്തെ അടയാളം അത് കുറച്ചുകൂടി ഗൗരവമേറിയതാണ്. വല്ലുൽ ബസരി അൻ മഹാരിമില്ലാഹ്, കണ്ണിനെ നിയന്ത്രിക്കുക. അല്ലാഹു നിഷിദ്ധമാക്കിയ വിഷയങ്ങളിൽ നിന്ന് കണ്ണ് ചിമ്മാനുള്ള കഴിവ് മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും സെപ്പറേറ്റ് ആയിട്ട് അല്ലാഹു പറഞ്ഞ നിർദ്ദേശമാണ്. ഖുല്ലിൽ മുഅ്മിനീന യഗുമ്മു മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും. ചെറുപ്പക്കാരെ, നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോ അപ്പുറത്തുനിന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മളെ വണ്ടിയിൽ ലൈറ്റിൽ ഇങ്ങനെ ആകാശത്തോളം പൊക്കിയിട്ടാണുള്ളത്. ആ വണ്ടിക്ക് ഇങ്ങോട്ട് വരാൻ ഒന്ന് ഡിമ്മടിക്കാറില്ലേ? ഇതുപോലെ കാണാൻ പറ്റാത്ത കാണുമ്പോ കണ്ണൊന്ന് ചിമ്മണം, മറ്റൊരു ദിശയിലേക്ക് നോക്കണം. ഒന്നുകൂടി നോക്കിപ്പോയാ പിന്നെ തെറ്റായി പോയി. ഒരു വട്ടം കണ്ട് പുതിയായിട്ടില്ല, ഒന്നുകൂടി നോക്കട്ടെ. ഇത്ര സൗന്ദര്യമുള്ള പെണ്ണ് നമ്മളെ നാട്ടിൽ എവിടുന്ന് വന്നാ ഒന്നുകൂടി ആദ്യം നീ ഒന്ന് കണ്ടപ്പോഴേക്കന്നെ നീ അന്യവണ്ണാണെന്ന് കണ്ട് തല തിരിക്കണം. നിന്റെ കണ്ണ് നേരെ തിരിച്ച് നിന്റെ കൽബിലേക്ക് നോക്കണം. ഇസ്രിഫ് ബസറക, ഒന്നാമത്തെ നോട്ടം ഒരുപക്ഷേ നിനക്ക് കുറ്റമുള്ള നോട്ടമല്ല. വീണ്ടും നീ നോക്കുമ്പോ ബോധപൂർവമാണ്, കുറ്റം രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് അല്ലാഹു നിഷിദ്ധമാക്കിയ രംഗങ്ങൾ കാണാതിരിക്കണം. ചിലർ കണ്ടില്ലേ, സിനിമയും ഡാൻസും നാടകവും കളിയും മറ്റുമൊക്കെ കണ്ടിട്ട് അവരതാ നിസ്കരിക്കാൻ നോക്കുമ്പോ ചില ആളുകൾ അതാ കാലുകൊണ്ട് തട്ടുന്നു. മുന്നിൽ പന്താണെന്ന് അവർക്ക് തോന്നിപ്പോകാണ്. മുന്നിലുള്ള മനുഷ്യന്റെ ഊരക്ക് തട്ടുകൊള്ളുകയാണ്. കാരണം ഇത് കണ്ട് 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 കൽബിൽ അങ്ങ് ലയിച്ചു. അപ്പൊ പിന്നെ ഏത് നൃത്തത്തിലും കാല് ആടിപ്പോവുകയാണ്. ചിലർക്കോ കൈ ഓങ്ങി പോകുന്നു. അപ്പുറത്തുള്ള ആളെ പെരടിക്ക് അടി കിട്ടുന്നു. ക്രിക്കറ്റ് കളിക്കുമ്പോ അയാളെ കൈ ഇങ്ങനെ വീശും പോലെ ആ വീശലങ്ങനെ പതിവാക്കി അതങ്ങനെ കണ്ട് രസിച്ചിട്ട് കൈയടക്കിടക്ക് അങ്ങനെ വീശിപ്പോകാണ്. അപ്പുറത്ത് നിസ്കരിക്കുന്ന മനുഷ്യൻ അറിയുന്നില്ല എന്തിനാണ് എന്നെ തച്ചുപോയത്. ഇയാളാണെങ്കിലോ ബോധപൂർവം തച്ചതുമല്ല. ഇങ്ങനെ ചില കാഴ്ചകളൊക്കെ നമ്മളെ കൽബിൽ അങ്ങനെ മറയാതെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ വരുന്നത് എന്നറിയോ? ആത്മീയ സുഖം പോകുന്നു. നോമ്പ് കാലമല്ലേ വരാനുള്ളത്. നോമ്പ് കാലത്ത് അല്ലാഹുവിന്റെ ചിന്തയിൽ നിന്ന് മാറ്റം തിരിക്കുന്ന ഒരു കാഴ്ച സ്ഥലം വരെ കാണാൻ പാടില്ല എന്നാ ഗസാലി ഇമാം തങ്ങൾ പറഞ്ഞത്. ഒരു കാഴ്ച സ്ഥലം കാണല് സുന്നത്തല്ലേ, പക്ഷേ നോമ്പ് കാലത്ത് അത് വരരുത്. സ്വാലിഹീങ്ങളെ നോമ്പാകുമ്പോ യഥാർത്ഥത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന ഒരു നോട്ടം പോലും പാടില്ല. നല്ല അഴകുള്ള ഒന്നിലേക്ക് നോക്കിയിട്ട് നമ്മളെ കൽബിന്റെ യഥാർത്ഥ ആത്മീയത കെടുത്തിക്കളയാൻ പറ്റൂല. ഹറാമായ രീതിയിലുള്ള ചിത്രങ്ങള്, സെക്സുകള്, ചിലര് കാണാം ഭാര്യ ജോലിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വരുന്നതിന് മുമ്പ് നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകേണ്ട റൂമാണ് മണിയറ. നല്ല ദിക്റും സലാത്തും വുളൂലൊക്കെ കഴിയേണ്ട റൂമാണ്. എന്തേ നല്ല കുഞ്ഞുങ്ങൾ ജനിക്കാത്തത് എന്നറിയോ? ഭാര്യ ജോലിയൊക്കെ കഴിഞ്ഞ് കൊടുത്തു വരുന്നതിന് മുമ്പ് ഒരു സിനിമ കാണുകയാണ്, ഒരു ബ്ലൂ ഫിലിം കാണുകയാണ്, ഒരു സെക്സ് കാണുകയാണ്. അഊദു ബില്ലാഹ്. പിന്നെങ്ങനെ നല്ലത് ജനിക്കാനാ? വൈകല്യമുള്ളതല്ലേ ജനിക്കൂ, ബുദ്ധി കുറവുള്ളതല്ലേ ജനിക്കൂ, ശരീരത്തിനും മനസ്സിനും സ്വഭാവക്കേടുള്ളതല്ലേ ജനിക്കൂ. അതുകൊണ്ട് നല്ല നോട്ടം നോക്കണം, നല്ലതിലേക്ക് ധാരാളം നോക്കണം, വിശുദ്ധ ഖുർആനിലേക്ക് നോക്കണം. ബാപ്പാന്റെ ഉമ്മാന്റെ മുഖത്ത് നീ നന്നാക്കി നോക്കിക്കോ, അത് ഇബാദത്തിന്റെ നോട്ടമാ. ഉലമാഇന്റെ മുഖത്ത് നോക്കിക്കോ, ഇബാദത്തിന്റെ നോട്ടമാണ്. പാവങ്ങളെ മുഖത്തേക്ക് സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിക്കോ.
പറ്റാത്തതിലേക്കൊന്നും നോക്കരുത്, ഹറാമായതിലേക്കൊന്നും നോക്കരുത്, അനാവശ്യത്തിലേക്ക് നോക്കരുത്. ഇവിടെയുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇവിടുത്തെ ഹാലൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായി വരികയാണ് ഇങ്ങോട്ട്. ചില നാട്ടിലൊക്കെ കാണാം സഹോദരിമാര് പുതിയാപ്പള വന്നിട്ട് പോകാമെന്ന് കരുതിയിട്ട് കല്യാണ വീട്ടിൽ ഇങ്ങനെ തമ്പടിച്ചു കൊടുത്തു. എല്ലാവർക്കും ഒരു പുതിയാപ്പളിനെ കാണൽ എങ്ങനെ ഹലാലാക? ഒരു പുതിയാപ്പളിനെ കാണൽ നോക്കൽ എല്ലാവർക്കും എങ്ങനെ ഹലാലാക? പുതിയാപ്പള വന്നു, പുതിയാപ്പള നിങ്ങളുണ്ടോ? പുതിയാപ്പളക്ക് താടിയുണ്ടോ? പുതിയാപ്പള ചുണ്ടിന് ചുവപ്പുണ്ടോ? പുതിയാപ്പളക്ക് തലയിൽ മുടിയുണ്ടോ? പുതിയാപ്പളക്ക് ബോഡി ഷേപ്പ് ഉണ്ടോ? പുതിയാപ്പളക്ക് നല്ല ചെസ്റ്റ് ഉണ്ടോ? പുതിയാപ്പളക്ക് നല്ല ആഴണ്ടോ? ഇത് നോക്കേണ്ട കാര്യം എന്താ? ചില സ്ഥലത്ത് കാണാം പുതിയ പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടി ചെറുപ്പക്കാർ തിക്കും തിരക്കും കൂട്ടുന്നു. ഒരു ആലിം വന്നോട്ട് ഖിദ്മത്ത് എടുക്കുന്നതിനെക്കാളും വലിയ തിരക്കാണ് കട ഓടുന്നത്. അപ്പൊ പറയുന്നു പുതിയ പെണ്ണ് വന്നിട്ടുണ്ട്, ആ പെണ്ണിനെ കണ്ടിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. ആ പെണ്ണിനെ കാണലോ ഹറാമാണ്. പുതിയ പെണ്ണിനെ കല്യാണ പന്തലിരുത്തിയിട്ട് വേണ്ടവരൊക്കെ കണ്ടോളൂ, നിങ്ങളാരും എന്റെ മോളെ സെലക്ട് ചെയ്തില്ലല്ലോ, സെലക്ട് ചെയ്ത പുതിയാപ്പള ഭാഗ്യവാനെന്ന അർത്ഥത്തിൽ ഒരു ബാപ്പയും പ്രദർശന വസ്തുവാക്കണ്ട. കാണാൻ പോകുന്ന പുരുഷനോടും പുരുഷനെ കാണുന്ന പെണ്ണിനോടും മുഖവും മുൻകൈയും മാത്രം കാണാനാണ് ഇസ്ലാമിന്റെ പെർമിഷൻ. നീ ഒരു പെണ്ണിനെ കാണാൻ പോകുമ്പോ അവൾ കഴുത്തു മറക്കാതെ ആവുന്നത് മനസ്സിലാക്കിക്കോ. അവൾക്ക് ഇൽമില്ല, നിനക്കവൾ കാണിക്കേണ്ട ഭാഗമല്ല കഴുത്ത്, നിനക്കവൾ കാണിക്കേണ്ടത് അവളുടെ മുഖവും അവളുടെ കൈപത്തിയുമാണ്. കൈയിന്റെ ഉള്ളവും പുറവും കണ്ടാൽ ശരീരത്തിന്റെ മാർദ്ദവം മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. മുഖം കണ്ടാൽ ശരീരത്തിന്റെ സൗന്ദര്യം രൂപപ്പെടുത്താനും അറിയാനും കഴിയും. അതല്ലാത്ത ഭാഗം വെളിവാക്കിയിട്ടാണോ പെണ്ണ് പെണ്ണില് നല്ല പഞ്ചസാര ഇട്ട വെള്ളവുമായി വരുന്നതെങ്കിൽ നീ തിരിച്ചറിയണം, ഇത് നിന്റെ ജീവിതത്തിൽ വിഷമമാണ്. അതിന് ഇൽമില്ല, ഇൽമുണ്ടെങ്കിൽ അത് കഴുത്ത് മറച്ചേ വരൂ. കാണാൻ പറ്റുന്നതേ കാണാൻ പറ്റൂ, കാണാൻ പറ്റാത്തതിൽ നിന്ന് കണ്ണു തിരിക്കണം. കാരണം കണ്ണുകൊണ്ടുള്ള നോട്ടം കൽബിൽ വലിയ ചിത്രങ്ങൾ പതിക്കും. യഥാർത്ഥത്തിൽ കാണേണ്ട രൂപമുണ്ട്, ഭാവമുണ്ട്. യഥാർത്ഥത്തിൽ കാണേണ്ട രൂപഭാവം ഏതാണെന്നറിയോ? സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാഴ്ച ഹറാം കാണുന്നവർക്ക് തടസ്സമാ. അല്ല നിഷിദ്ധമാക്കിയത് കാണുന്നവർക്ക്, അത് കാണാൻ വേണ്ടി ഒഴിഞ്ഞ സമയം ഉപയോഗിക്കുന്നവർക്ക്, വീട്ടിലെത്തിയാൽ ഭാര്യ ചീത്ത പറയുമെന്ന് കരുതിയിട്ട് വഴിയിൽ എവിടെയെങ്കിലും ബൈക്കിൽ ഇരുന്നിട്ട് ചിലർ കാണാ 12 മണിക്ക് 1 മണിക്കൊക്കെ കാണുന്നു. കാണുന്നത് കണ്ടാൽ തന്നെ അറിയും അവരിതാ കാണുന്നത്. എന്തിനാണ്? പൊരേ പോകുമ്പോഴേക്ക് കാണലൊന്ന് ഖത്തം തീർക്കാനാ. പൊരയിലെത്തുമ്പോ ആള് നല്ല ആളാകണം. ഇവിടെ ആള് മോശമായാലും കുഴപ്പമില്ല, നീ റോഡ് സൈഡിൽ ഇരുന്ന് കാണുന്നത് നല്ല കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്, എഴുതുന്നുണ്ട്. മുഅ്മിനീങ്ങളോട് പറയൂ നബിയെ, കാണാൻ പറ്റാത്ത അവസ്ഥകൾ കാണുമ്പോ കണ്ണ് ചിമ്മട്ടെ. എന്നിട്ട് ഉടനെ അല്ലാഹു പറയുന്നത് അവരുടെ സ്വകാര്യങ്ങൾ സൂക്ഷിക്കട്ടെ. കാണുമ്പോഴാണ് മോഹം ഉദിക്കുക. ഒന്ന് കാണുമ്പോ പിശാച് നിന്നോട് പറയും ഒന്നുകൂടി കണ്ടു നോക്ക്. രണ്ടാമതും കാണുമ്പോ അവൻ പറയും കണ്ടാ പോരൊന്ന് സംസാരിച്ചു നോക്ക്, പിന്നൊന്ന് അടുത്തു നോക്ക്, പിന്നെ നീ ഒന്ന് പെരുമാറി നോക്ക്. അതുകൊണ്ട് ആ കാഴ്ച പറഞ്ഞ ഉടനെ മുഖ്യസ്ഥാനം സൂക്ഷിക്കണമെന്ന് അല്ലാഹു പറഞ്ഞത്. ഖൽബിന് തസ്കിയത്ത് വേണോ, സംശുദ്ധി വേണോ? ഏറ്റവും നല്ല മാർഗം കണ്ണ് ചിമ്മലാണ്. കുല്ലുൽ ഹവാദിസി മബ്ദഹാ മിനൻ നളരി വമുഅ്ലമുൻ നാരി മിൻ മുസ്തസ്ഗരി ശറരി. എല്ലാ വിപത്തുകളുടെയും തുടക്കം നോട്ടമാണ്. ഹദീസിൽ പറഞ്ഞില്ലേ, നോട്ടം എന്നത് പിശാചിന്റെ അസ്ത്രങ്ങളിൽ വിഷലിപ്തമായ ഒരു അസ്ത്രമാണ്. ഒരു നോട്ടം കൊണ്ട് ഒരു ഭാഗം ഒരു അമ്പ് തുറക്കുന്നു, അടുത്ത നോട്ടം കൊണ്ട് അമ്പ് ഉറക്കുന്നു, പിന്നൊരു നോട്ടം കൊണ്ട് ശരീരം അടുക്കുന്നു, പിന്നൊരു നോട്ടം കൊണ്ട് അവിഹിതമായത് സംഭവിക്കുന്നു.
കാസർഗോഡോ എത്രയോ ദൂരത്തുള്ളൊരു പെണ്ണിനെ അതേ മൊബൈൽ വഴി നോക്കിയിട്ട് ചാറ്റ് ചെയ്തിട്ട് വിവാഹം ഉറപ്പിച്ചിട്ട് അങ്ങകലെ എന്നൊരു ചെറുപ്പക്കാരൻ വന്നു നോക്കുമ്പോ അവന്റെ വയസ്സിനെക്കാളും 25-35 വയസ്സ് കൂടുതലുള്ള ഒരു ഉമ്മാമയാണത് എന്ന് കണ്ടപ്പോഴാ തിരിച്ചുപോയത്. സുബ്ഹാനല്ലാഹ്, ഒരു നോട്ടമല്ലേ ഇത്ര ചെലവിന് കാരണമാക്കിയത്, ഇത്ര അപമാനത്തിന് കാരണമാക്കിയത്. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. അങ്ങനെ ചാറ്റിംഗ് നടത്തുന്നതും ഹറാമായ പെണ്ണുങ്ങൾ വരുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതും അതിന് കാശ് ചെലവഴിക്കുന്നതും അവിടെ പോയി തപസ്സിരിക്കുന്നതും അവിടെ പോയി ഫോട്ടോ എടുക്കുന്നതും പച്ച ഹറാമാണ്. മുഅ്മിനീങ്ങൾക്ക് യോജിച്ചതല്ല. മഖ്ബറകളിലേക്ക് വരുന്ന സ്ത്രീകൾക്ക് ഇസ്ലാം നിയമം വെച്ചതെന്തേ? മഖ്ബറയിലുള്ള മഹാൻ ഇവിടെയുള്ള സ്ത്രീകൾക്ക്, നാട്ടിലുള്ള സ്ത്രീകൾക്ക് അന്യപുരുഷനാണ്. ഒരന്യപുരുഷന്റെ ഹദ്റത്തിലേക്ക് വരുമ്പോലെ വരണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ താമസിക്കുന്ന തൊട്ടടുത്ത റൂമിൽ അങ്ങ് മറവ് ചെയ്തപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, ആദ്യമൊക്കെ ഞാൻ ആ റൂമിലേക്ക് വരുമ്പോ കഴുത്ത് മറക്കാറില്ല, മുഖം മറക്കാറില്ല. കാരണം ഒന്നെന്റെ ഉപ്പയാ, മറ്റൊന്നെന്റെ ഭർത്താവാണ്. ഉമർ തങ്ങളെ മറമാടപ്പെട്ടതിന് ശേഷം എന്റെ ശരീരം മുഴുവനും മറച്ചിട്ടല്ലാതെ ഞാനങ്ങോട്ട് കടന്നിട്ടില്ല. ഉമർ തങ്ങൾ കാണുമല്ലോ എന്ന നാണം കൊണ്ടാണ്. അന്യര് കാണുന്നത് നാണിക്കുന്ന പെണ്ണില്ലേ, ഈമാനുള്ള പെണ്ണാണ്. ഒരന്യപുരുഷനും എന്റെ ശരീരത്തിന്റെ അളവ് അറിയരുത് എന്ന് കരുതിയിട്ടാണ് ഉമ്മമാരെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വസിയ്യത്തുകളിൽ അവസാനത്തെ വസിയ്യത്ത്, പ്രിയപ്പെട്ട ഭർത്താവേ, ഞാനെങ്ങാനും പകല് മരിച്ചാൽ എന്നെ രാത്രി തന്നെ മറവ് ചെയ്യണേ, പകലെന്നെ മറവ് ചെയ്യരുതേ. ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായത് പകലാണ്. അവിടെ കൂടിയ ആളുകളോട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളൊക്കെ വീട്ടിൽ പോയിക്കോളൂ, മഗ്രിബിന്റെ ശേഷമേ ജനാസ എടുക്കൂ. ഫാത്തിമ ബീവി വസിയത്ത് നൽകാനുള്ള കാരണം നമ്മുടെ നാട്ടിലുള്ള സംവിധാനം പോലെയുള്ള മയ്യിത്ത് കട്ടിൽ അന്നില്ല. ഒരു പലകയുണ്ട്, അതിന് 4 കാലുമുണ്ട്. ആ മയ്യിത്ത് കട്ടിലിന്റെ മേലെ കഫൻ ചെയ്തിട്ട് അതിന്റെ മേലൊരു വിരിയും വിരിച്ചു പോകുമ്പോഴും കാറ്റ് തട്ടുമ്പോ ആ വിരിയൊക്കെ ഒന്ന് ചുരുങ്ങി വരുമ്പോ എന്റെ ശരീരത്തിന്റെ തടിയും വലുപ്പവും ആരെങ്കിലും ഒന്ന് കണ്ടാലോ എന്ന വലിയ ഖൗഫിലാണ് മഹദി പറയുന്നത്. രാത്രിയാകുമ്പോ പിന്നാരും കാണൂലല്ലോ, പിന്നാരും നേർക്ക് നേരെ നോക്കൂലല്ലോ, ഇരുട്ടിലങ്ങ് കൊണ്ടുപോകാലോ, ആരും കാണരുത് എന്ന് കരുതിയിട്ട് ശരീരം മറച്ച് ജീവിക്കുന്ന ഭക്തിയുള്ള ഉമ്മമാരുണ്ട്. ചെറുപ്പക്കാരെ, അവരെ കെട്ടയിക്കല്ല, അവരെ ഈമാൻ തേച്ചു മാച്ച് കളയല്ല. നല്ലവണ്ണം ബുർഖയിടുന്ന പർദ്ദ ധരിക്കുന്ന ഉമ്മമാര് ഇഖ്ലാസോടെ ഒരു ജീവിതം ആഗ്രഹിച്ച് നീ ഒരു ദീനിന്റെ ഖാദിമാണെന്ന നിലക്ക് നിന്നൊരു ജീവിത പങ്കാളിയായി സ്വീകരിച്ചപ്പോ നീ മണിയറയിലെത്തിയ ശേഷം ആദ്യത്തെ ഉപദേശം നിന്റെ ജിൽബാബ് ഒഴിവാക്കണമെന്നാകരുത്. നീ ഒരു ഷാലുടുത്താൽ മതി, നീ ഒരു പർദ്ദയും ബുർഖയും ധരിച്ച് ഒരു ഉമ്മാമയെ എന്റെ കൂടെ കൊണ്ട് നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ നല്ല പെണ്ണിന്റെ മനസ്സിനെ ഒരിക്കലും വിഷമമാക്കിയിട്ട് മലിനമാക്കിയിട്ട് നല്ല അതവോടെ നടന്ന പെണ്ണിന്റെ അതവ് ഒന്നാമത്തെ ദിവസം തന്നെ കെട്ടയിക്കല്ല. ആ പെണ്ണിന്റെ സ്വകാര്യതയ്ക്ക് ഏറ്റവും വലിയ സൂക്ഷിപ്പ് ശരീരത്തിന്റെ മറവാട്. ഡൽഹി എന്ന് പറയുന്ന വലിയ നഗരത്തില് ഒരൊറ്റ പെൺകുട്ടിയെ 6 പേർ മാറി മാറി ബലാത്സംഗം ചെയ്ത് അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചല്ലോ തൊട്ടടുത്ത വർഷം. ആ 6 ആളുകളും ആ പെണ്ണിന്റെ ശരീരത്തിൽ ആകർഷിക്കാൻ കാരണം ആ പെണ്ണിന്റെ ശരീരത്തിന്റെ വടിവത്ത ശൈലിയാണ്. ഇസ്ലാമതല്ലേ പഠിപ്പിക്കുന്നത്, നല്ല ഹയാഓടെ മറ സ്വീകരിച്ച് നടന്നാൽ ഒരു പൂവാലന്മാരും പിന്നാലെ വരാതെ നല്ലവരാണെന്ന് തിരിച്ചറിയാൻ ഏറ്റവും നല്ല അടയാളമാണ്.
ഹറാമായ ചിത്രങ്ങൾ കാണരുത്. നിങ്ങൾ എത്ര ചിത്രം കാണുന്നുണ്ടോ അതിനനുസരിച്ച് ഖൽബിന്റെ ഈമാൻ കുറയുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല, തങ്ങളുടെ മരുമകനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിൽ ഒരു സ്വഹാബി കടന്നു വന്നപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളിൽ ചിലരെന്റെ സദസ്സിലേക്ക് കയറി വരുന്നുണ്ട്, അവരെ മുഖം നോക്കുമ്പോ വ്യഭിചാരത്തിന്റെ അടയാളം കാണുന്നുണ്ട്. നോക്കേണ്ട മഹാന്മാർ നമ്മളെ കണ്ണിലേക്ക് നോക്കിയാൽ അവർക്കറിയും ഈ കണ്ണുകൊണ്ട് എത്ര ഹറാമ് കണ്ടിട്ടുണ്ട്, എത്ര ഹറാമ് ആസ്വദിച്ചിട്ടുണ്ട്, എത്ര ഹറാമ് ഖൽബിൽ കയറ്റി വെച്ചിട്ടുണ്ട്. സ്വഹാബിമാര് ചോദിക്കുകയാണ്, അജാഅൽ വഹ്യു ബഅദ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന് ശേഷം വഹി വരുന്നുണ്ടോ? ഇത് വഹിയല്ല, വലാകിൻ ഫറാസത്തുൻ സ്വാദിഖ, യാഥാർത്ഥ്യമായ ലക്ഷണ വിവരമാണ്. മുഖം നോക്കുമ്പോഴേക്ക് ആ മുഖത്ത് വന്ന പാടുകളൊക്കെ അവർക്ക് തിരിച്ചറിയാൻ കഴിയും. കൈ നോക്കുമ്പോഴേക്ക് കൈരേഖ പഠിച്ചിട്ടുള്ളതും ഇല്ലാത്തതും പറയും പോലെയല്ല, ശരിയായ കാര്യങ്ങൾ അവരങ്ങ് പറഞ്ഞു തരും. എല്ലാ വിഷയങ്ങളും അവരങ്ങ് എഴുതി തരും. അവർക്കൊരു മറതിയുമില്ല. അവരെ ഖൽബിന്റെ സ്വഭാവമാണ്. ഖൽബ് നന്നാകണോ, കണ്ണിനെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കണ്ണ് കാണാത്തവരെ ഖൽബ് നല്ല ഖൽബാണ്. അവരെ ഖൽബിൽ കിബ്റില്ല, അവരെ ഖൽബിൽ റിയാ ഇല്ല, അവരെ ഖൽബിൽ ഹറാമില്ല. പെണ്ണുങ്ങളോട് വേറെ അല്ലാഹു പറഞ്ഞു, ആരൊക്കെ കാണണം, ആരൊക്കെ കാണാൻ പറ്റും. നിയമങ്ങൾ സൂറത്തുൻ നൂറിലൂടെ അല്ലാഹു പഠിപ്പിച്ചില്ലേ, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഊലതിഹിന്ന ഔ ആബാഇഹിന്ന ഔ ആബാഇ ബുഊലതിഹിന്ന ഔ അബ്നാഇഹിന്ന ഔ അബ്നാഇ ബുഊലതിഹിന്ന ഔ ഇഖ്വാനിഹിന്ന ഔ ബനി ഇഖ്വാനിഹിന്ന ഔ ബനി അഖവാതിഹിന്ന ഔ നിസാഇഹിന്ന ഔ മാ മലക്കത് ഐമാനുഹുന്ന. സ്വന്തം പിതാക്കള്, അതുപോലെ ഭർത്താവ്, ഭർത്താവിന്റെ പിതാക്കള്, സഹോദരങ്ങള്, സ്വന്തം മക്കള്, മക്കളുടെ മക്കളുടെ കുട്ടികള്, പേരക്കുട്ടികള്, സഹോദരങ്ങളുടെ മക്കള്, സഹോദരിമാരെ ആൺമക്കള്, ഇങ്ങനെ തുടങ്ങി നിർണിതമായ എണ്ണങ്ങൾക്ക് മാത്രമേ ശരീരത്തിന്റെ സാധാരണ വെളിവാകുന്ന ഭാഗം വെളിവാക്കാവൂ. വീട്ടിലേക്ക് ഒരു അന്യപുരുഷൻ വരുമ്പോ വാതിലിലേക്ക് മാറി നിന്നിട്ട് ആവശ്യമുള്ളത് സംസാരിക്കണം. അവരെ മുന്നിലേക്ക് വന്നു നിന്നിട്ട് ശരീരത്തിന്റെ മികവും തുടിപ്പും വലുപ്പവും വെളിവാക്കിയിട്ട് പരസ്യമായി മറുപടി പറയല്ല, അത് ഹറാമാണ്. ഒരു നോട്ടം മതി ഒരു കുടുംബം തകരാൻ. അതുകൊണ്ട് ഹറാമിന്റെ നോട്ടങ്ങൾ നിയന്ത്രിക്കണം. അത് അഞ്ചാമത്തെ അടയാളമാണ്. ബഹുമാനപ്പെട്ട അബുല്ലൈസ് സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി നോട്ടവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ആയത്തിന്റെ തഫ്സീറിൽ അല്ലാഹുവിന്റെ പൊരുത്തം വിചാരിച്ച് നോട്ടം നന്നാക്കിയാൽ അവന്റെ ഖൽബിൽ അല്ലാഹു ഈമാനിന്റെ മാധുര്യം വിട്ടുകൊടുക്കും. അവന് ശരിയായ ഈമാൻ അനുഭവിക്കാനുള്ള കഴിവുണ്ടാകും. അല്ലാഹു നമുക്ക് ആ കൈവേറ്റി തരട്ടെ. അതുകൊണ്ട് നല്ല രൂപത്തിലേക്ക് നോക്കുക, നോക്കൽ അനുവദനീയമായതിലേക്ക് നോക്കുക. ഹറാമായ നോട്ടങ്ങളിൽ നിന്ന് കഴിവിന്റെ പരമാവധി മാറുക, കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കുക. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോട്ടത്തിന്റെ വിഷയത്തിൽ പറഞ്ഞപ്പോ സ്വന്തം ഭാര്യമാരുടെ മുന്നിലേക്ക് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വരുമ്പോ, സ്വന്തം ഭാര്യമാരുടെ അടുത്തേക്ക് വരുമ്പോ ഭാര്യമാരോട് തങ്ങൾ പറഞ്ഞില്ലേ, ഇഹ്തജിബാ മിൻഹു, അകത്തേക്ക് പോകൂ പെണ്ണുങ്ങളെ. ഭാര്യമാര് ചോദിച്ചു, നബിയെ അലൈസ ഹുവ അഅമാ ഖദ് ലാ യുബ്സിറുനാ, കണ്ണ് കാണാത്ത സഹാബിയല്ലേ, ഞങ്ങളെ കാണൂലല്ലോ. നബി തങ്ങളെ തിരിച്ചു മറുപടി, അഫഅമ്യാവാനി അൻതുമാ, നിങ്ങളും കണ്ണ് കാണാത്തവരാണോ? അലസ്തുമാ തുബിസ്റാനിഹി, നിങ്ങൾ അങ്ങോട്ട് കാണൂലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് കാണും പോലെ തന്നെയാണ് അങ്ങോട്ടും കാണുന്നത്. രണ്ടുപേർക്കും തുല്യ നിയമമാണ്.
അതുകൊണ്ട് മാറി നിൽക്കൂ. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളൊക്കെ പഠിപ്പിച്ചത് ഉമ്മമാരെ നമുക്കൊക്കെ മാതൃകയായിട്ടാണ്. അഞ്ചാമത്തെ അടയാളം സിദ്ഖുൽ ലിസാൻ, സത്യസന്ധമായ നാവാണ്. അത് വേറിട്ട് തന്നെ എണ്ണാം. കാരണം മഹത്തുക്കളുടെ നാവിൽ നിന്ന് സത്യമല്ലാതെ വരൂല. എന്ത് വന്ന് പറഞ്ഞാലും അവര് സത്യം മാത്രമേ പറയാൻ ശ്രമിക്കൂ, അതിനെ പരിശ്രമിക്കൂ. എത്ര ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണെങ്കിലും എത്ര വിഷമങ്ങൾ തരണം ചെയ്യേണ്ടി വന്നാലും അവര് സത്യമേ പറയൂ. കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടവാർ കൊണ്ട് തുരുതുരാ 150 ആളുകൾ മാറി അടിച്ചിട്ടും സത്യം പറയുന്നതിൽ നിന്നൊരിഞ്ച് പിറകോട്ടില്ല. അവസാനം ആ സത്യവാദത്തെ അംഗീകരിക്കുന്നത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാഫിഈ ഇമാം തങ്ങൾക്ക് സ്വപ്ന ദർശനം കൊടുക്കുന്നു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് ക്ഷമിക്കാൻ പറയൂ, പകരം സ്വർഗ്ഗം സ്വപ്നം കണ്ട ശാഫിഈ ഇമാം തങ്ങൾ രാവിലെ ശിഷ്യനെ വിളിച്ചു പറയുന്നു, പോലെ എന്റെ ശിഷ്യൻ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ താമസിക്കുന്ന ജയിലിലേക്ക് പോകണം. സന്തോഷ വാർത്ത നബി തങ്ങൾ പറഞ്ഞത് അറിയിക്കണം. അതറിയിച്ചു പോന്നാൽ പോരാ. ആദ്യകാലത്ത് അടികൊള്ളുന്ന സമയത്ത് ധരിച്ചൊരു കുപ്പായമുണ്ട്. ആ കുപ്പായം വാങ്ങി വരണേ. ആ കുപ്പായം കൊണ്ടുവന്നിട്ട് ഇബ്നു കസീർ രേഖപ്പെടുത്തിയത് കാണാം. ശാഫിഈ ഇമാം തങ്ങൾ ഒരു ബക്കറ്റ് വെള്ളത്തില് ശിഷ്യനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ സത്യത്തിൽ അടിയുറച്ചു നിന്ന് എത്ര പ്രതിസന്ധി വന്നാലും എത്ര വിഷമം വന്നാലും ഒരിഞ്ച് മാറാതെ സത്യം പറയുന്നതിൽ നിന്നൊരിഞ്ച് പിറകോട്ട് പോകാതെ അടിയുറച്ചു നിന്ന് വിജയം കിട്ടിയതിന്റെ പേരിൽ ആ കുപ്പായം മുക്കിയിട്ട് ശാഫിഈ ഇമാം തങ്ങൾ ഒരു ബക്കറ്റ് വെള്ളത്തിൽ മുക്കിയിട്ട് വെള്ളം കൊണ്ട് ബറക്കത്തെടുക്കുന്നു. അതുകൊണ്ട് സത്യം മാത്രം പറഞ്ഞ് ജീവിതത്തിൽ ശീലമാക്കിയ അംബിയാ ഔലിയായിന്റെ മാർഗം സ്വീകരിക്കണം. ഇത്തഖുല്ലാഹ വകൂനൂ മസ്സാദിഖീൻ. മുഅ്മിനീങ്ങളെ തഖ്വ ചെയ്യണം. സത്യവാന്മാരുടെ ജീവിതം പകർത്തണം. അവരുടെ സ്വഭാവങ്ങൾ ശീലിക്കണം. അവരെത്ര കൈപ്പേറിയ സത്യം പറഞ്ഞാലും അതിന് മധുരമുള്ളൊരു വിജയം കിട്ടിയിട്ടുണ്ട്. സത്യം മാത്രം പറഞ്ഞ് ശീലിക്കണം. മക്കളെങ്ങാനും കളവ് പറയുന്നൊരു തുടക്കം കുറിക്കുന്നത് കണ്ടാൽ രസത്തോടെ തള്ളിക്കളയരുത്. അവിടെ തന്നെ അവരെ വിളിച്ചുപദേശിച്ച് സത്യം പറയുന്ന രൂപത്തിലാക്കി സംസാരങ്ങൾ മാറ്റണം. ആരിൽ നിന്ന് കണ്ടാലും കളവ് പറഞ്ഞ് ചിരിപ്പിക്കുന്ന ആളുകൾക്ക് വലിയ ശിക്ഷയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കള്ളം പറയാതെ സൂക്ഷിക്കണം. സത്യത്തിന് എപ്പോഴും വിജയമുണ്ട്. ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർരി വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന വ ഇന്നർ റജുല ലയസ്ദഖു ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖാ. സത്യം ധർമ്മത്തിലേക്ക് നയിക്കും. ധർമ്മമോ സ്വർഗത്തിലേക്ക് നയിക്കും. സത്യം പറഞ്ഞ് 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 സിദ്ദീഖീങ്ങളുടെ ദറജയിൽ എത്തിച്ചേരും. സിദ്ദീഖീങ്ങളുടെ നേതാവാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എങ്ങനെയാ സിദ്ദീഖ് എന്ന പേര് കിട്ടിയത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് 27 രാവിലെ ഇസ്രാഉം മിറാജും നടത്തി സുബ്ഹിന്റെ മുമ്പ് തിരിച്ചു ഉമ്മുഹാനി ബീവിയുടെ വീട്ടിലെത്തിയിട്ട് അന്നത്തെ പകലിൽ ആ സംഭവം ആദ്യമായി പറഞ്ഞു കൊടുക്കുന്നത് അബൂജഹലിനോടാണ്. ഉമ്മുഹാനി ബീവി പോലും പറഞ്ഞു, നബിയെ ഇത് പറയണ്ട, ഇതല്ലാത്ത വിഷയങ്ങൾ പറഞ്ഞിട്ട് പോലും പലരും തങ്ങളെ പള്ളി പറയുന്നുണ്ട്. അല്ല, ഞാൻ സത്യമല്ലേ പറയുന്നത്, മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. അബൂജഹലിനോട് മുഴുവനും തുറന്നു പറഞ്ഞ് അബൂജഹലും ഉത്ബയും ഷൈബയും അടങ്ങുന്ന വലിയൊരു വിഭാഗം സിദ്ദീഖ് തങ്ങളെ ഈമാൻ തെറ്റിക്കാൻ വേണ്ടി അവിടത്തെ വീട്ടിൽ വന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ പറയുമ്പോ ഓരോന്നും കേൾക്കുമ്പോ സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്നു, പിന്നെന്ത് പറഞ്ഞു, പിന്നെ ഇങ്ങനെ പറഞ്ഞു, പിന്നെന്ത് പറഞ്ഞു, പിന്നെ ഇങ്ങനെ പറഞ്ഞു. ചരിത്രങ്ങൾ മുഴുവനും അങ്ങ് കേട്ട ശേഷം ആമന്തു ബില്ലാഹി വസദ്ദഖ്തു,
ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചു, നബി തങ്ങൾ ഈ പറഞ്ഞ കാര്യം പൂർണ്ണമായും ഞാൻ അംഗീകരിച്ചു. നബി തങ്ങളോടൊന്ന് പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞില്ല. എന്റെ കൽബിൽ ഇത് കേട്ടിട്ട് ഒരു വലിയ സംഭവം അത്ഭുതം തോന്നുന്നു എന്ന് പറഞ്ഞില്ല. നിങ്ങൾ എന്തിനാ ഇതുമായി വന്നത്? ഇതൊന്നും തന്നെ ഇല്ലാതെ ഞാൻ പോലും കാണാത്ത മലക്ക് വന്നിട്ട് അള്ളാന്റെ വഹി കൊടുക്കുമ്പോ അത് വിശ്വസിക്കുന്ന ആളല്ലേ ഞാൻ? ഇതിപ്പോ നബി തങ്ങൾ ഡയറക്റ്റായി കണ്ടുവന്ന വിഷയമല്ലേ? ഇത് വിശ്വസിക്കാൻ എനിക്കെന്തൊരു പ്രയാസമാണ്. അതുകൊണ്ട് സിദ്ഖുൽ ലിസാൻ നിർബന്ധമാക്കണം. കളവ് പറയാനൊരു ദിവസം ഇല്ല, കളവ് പറയാനൊരു മാസം ഇല്ല, കളവ് പറയാൻ ഒരു കൂട്ടുകാരില്ല, കളവ് പറയാൻ സ്കൂളിലോ മറ്റോ ഒരു ഡേ ഇല്ല, കളവ് പറയാൻ ഒരു സംഗതിയും ഇല്ല. എഴുതുന്നത് കളവാകരുത്, എഴുതുന്നത് സത്യമാകണം. പറയുന്നത് കളവാകരുത്, പറയുന്നതും സത്യമാകണം. നീ എഴുതി അറിയിക്കുന്ന ഒരു വിവരം നിനക്ക് ശരിയായ വിവരം കിട്ടിയിട്ടില്ല, നിന്നോട് പറഞ്ഞ ആൾ അത്ര വിശ്വസ്തനല്ല, നീ മിണ്ടരുത്. അറിയില്ല എന്നേ നീ പറയാവൂ. അറിയാത്തതിനെ പറ്റി അറിയൂല എന്ന് പറയുന്നത് സത്യമാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവോട് കുറെ മസ്അല ചോദിച്ചു. 36 മസ്അലക്കും മഹാനവറുകളുടെ മറുപടി ലാ അദ്രി അല്ലാഹു റസൂലുഹു അഅലം. ലക്ഷക്കണക്കിന് ഹദീസ് വിവരമുള്ള മഹാപണ്ഡിതനാണ് ഇമാമു ദാരിൽ ഹിജ്റ, ജന്നത്തുൽ ബഖീൽ അന്തിറങ്ങുന്ന മാലിക് ഇമാം. അവരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ഇൽമേറ്റി തരട്ടെ. അഞ്ചാമത്തെ വിഷയമാണ് സിദ്ഖുൽ ലിസാൻ. അതിന്റെ 4 ഭാഗങ്ങളും പരത്തി വിശദീകരിച്ചിട്ടുണ്ട്. മഹാന്മാര് എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇസ്തിഖാമത്തിന്റെ മാർഗത്തിൽ ജ്വലിച്ചു നിന്ന ഏത് മഹാന്മാരും അവരെ ജീവിതത്തിൽ മുറുകെ പിടിച്ച വിഷയമാണ്. 6ാമത്തെ കാര്യം അൽ ഇൻഫാഖു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക. ഔലിയാക്കൾക്ക് അതിലൊരു മടിയില്ലല്ലോ, അമ്പിയാക്കൾക്ക് ഒരു മടിയില്ലല്ലോ. ഔലിയാക്കളിൽ പ്രഗൽഭനല്ലേ ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി റളിയല്ലാഹു തആല അൻഹു. ഏറ്റവും കൂടുതൽ സമ്പത്ത് അല്ലാഹു എനിക്ക് തന്നാൽ ദുനിയാവിലുള്ള മൊത്തം ആളുകളെ വിളിച്ചിട്ട് എല്ലാവർക്കും ഒരു ഭക്ഷണം കൊടുക്കാൻ എനിക്ക് വലിയ സന്തോഷമാണ്. ദിനം പ്രതി രാവിലെയും വൈകുന്നേരവും ഭക്ഷണം ഉണ്ടാക്കും. എന്നിട്ട് അങ്ങാടിയിൽ പോയിട്ട് ഒരു അനൗൺസ്മെന്റ് ആണ്. ആ അനൗൺസ്മെന്റിൽ പറയുന്നത് ഭക്ഷണം വേണ്ടവരൊക്കെ വന്നോളൂ, ശൈഖ് ജീലാനി തങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഭക്ഷണം കൊടുക്കുന്നു വരുന്നവർക്ക്. രാവിലെ 1000 ആള്, വൈകുന്നേരം 1000 ആൾ, ചിലപ്പോ 2000 ആള്, വൈകുന്നേരം 3000 ആള്. കിട്ടുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നു. ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകൾക്ക് ശമ്പളമൊന്നുമില്ല. ഇടക്കാരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ഹദിയ കൊടുത്തു, സ്വർണ്ണമോ വെള്ളിയോ. ഒരു കിട്ടുന്ന സ്വർണ്ണം ഒരാൾ കൊടുക്കും, പിന്നെ കിട്ടുന്ന വെള്ളി ഒരാൾ കൊടുക്കും. അതന്നെ ശമ്പളം എന്ന് പറഞ്ഞത്, വേറൊന്നുമില്ല. അതിലവർ പൊരുത്തപ്പെട്ട് കഴിയും. ഏത് പാവപ്പെട്ട മനുഷ്യനും ധാരാളം സ്വതക്ക കൊടുത്ത് ശീലമുള്ളവരാണ് ഔലിയാക്കളും അമ്പിയാക്കളും. ആ വിഷയത്തിൽ മുൻപന്തിയിൽ നിന്നവരാണ്. അതുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാസ്റ്റ് വഫാത്താകുമ്പോ അവിടുത്തെ അങ്കി പണയം വെച്ചത് ഒരു പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. യഹൂദിക്ക് ഒരു പണയം വെച്ച് കൊടുത്തത്. ഭക്ഷണം ചോദിച്ചു വന്നപ്പോ കുറച്ച് പൊടി വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ പണയം വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്ക ചെയ്തത്. ലാസ്റ്റ് ഘട്ടത്തിൽ പോലും എല്ലാ ഘട്ടത്തിലും അൽ ഇൻഫാഖു ഫീ സബീലില്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.